എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ജനസമക്ഷത്തിലേക്ക് സ്വാഗതം. ജനസമക്ഷം ഇന്ന് എത്തി നിൽക്കുന്നത് പാലാ നിയോജക മണ്ഡലത്തിലാണ്. നമുക്കറിയാം, കേരളത്തിൻ്റെ സുപ്രധാനമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലേക്കുള്ള ജനസമക്ഷത്തിൻ്റെ യാത്ര ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട പല മണ്ഡലങ്ങളും ജനസമക്ഷം കവർ ചെയ്ത് കഴിഞ്ഞു. ഇന്നിപ്പോൾ പാലായുടെ മണ്ണിലാണ് നിൽക്കുന്നത്, മീനച്ചിലാറ്റിൻ്റെ കരയിലാണ്. വളരെ ശക്തമായ പോരാട്ടം നടക്കുന്ന പാലായിൽ മൂന്ന് മുന്നണികളും ശക്തരായ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയിരിക്കുന്നു. നമ്മുടെ ക്ഷണമനുസരിച്ച് മൂന്ന് മുന്നണികളുടെയും പ്രതിനിധികൾ നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. നമുക്ക് LDF പ്രതിനിധി ആദ്യം സ്വാഗതം ചെയ്യാം. ശ്രീ ജെയ്സൺ മാന്തോട്ടം, അദ്ദേഹം LDF പ്രചരണ സമിതി കൺവീനറാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി UDF പ്രതിനിധിയെ സ്വാഗതം ചെയ്യുന്നു. അഡ്വക്കേറ്റ് ജോബി കുറ്റിക്കാട്ട്, അദ്ദേഹം കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. NDAയുടെ ഭാഗത്തു നിന്നും അഡ്വക്കേറ്റ് അനീഷ് ജി പങ്കെടുക്കുന്നു. അദ്ദേഹം BJP പാലാ നിയോജക മണ്ഡലം പ്രസിഡന്റാണ്. അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, ജനങ്ങളുടെ മനസ്സിലുള്ളതറിയാനും അതോടൊപ്പം തന്നെ മൂന്ന് മുന്നണികൾക്കും പറയാനുള്ളത് എന്തെന്ന് വ്യക്തമായി കേൾക്കാനുമാണ് ദൂരദർശൻ ജനസമക്ഷം സംഘടിപ്പിക്കുന്നത്. ഇത് വളരെ ആരോഗ്യകരമായ ഒരു സംവാദമായി മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ സഹായ സഹകരണം മൂന്ന് മുന്നണികളിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം പൊതുജനങ്ങൾക്ക്, പ്രബുദ്ധരായ വോട്ടർമാർക്കും ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. ആദ്യം നമുക്ക് മുന്നണികളുടെ പ്രതികരണത്തിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. ഇപ്പോൾ സിറ്റിംഗ് MLA എന്ന് പറയുന്നത് UDF ഭാഗത്തു നിന്നാണ്. അപ്പോൾ ആദ്യം UDF നിന്ന് തന്നെ തുടങ്ങാം എന്ന് തോന്നുന്നു. ശ്രീ അഡ്വക്കേറ്റ് ജോബി കുറ്റിക്കാട്ട്, ഇനി ദിവസങ്ങൾ മാത്രമാണ് ഈ ജനം വിധി എഴുതാൻ ബാക്കിയുള്ളത്. എങ്ങനെയാണ് UDF ഒരു പ്രതീക്ഷ മണ്ഡലത്തിൽ? ഐക്യ ജനാധിപത്യ മുന്നണി വളരെ അഭിമാനത്തോടും അതിലേറെ ചാരിതാർത്ഥ്യത്തോടും കൂടിയാണ് പ്രിയപ്പെട്ട മാണി സി കാപ്പനെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് പാലായിൽ ഒരിക്കൽ കൂടി അവതരിപ്പിക്കുന്നത്. ഞങ്ങളുടെ വിജയത്തിന് 3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഒരു പ്രതിപക്ഷ MLA ആയിട്ട് പോലും പ്രതിപക്ഷ MLA നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ തുരങ്കം വയ്ക്കണമെന്ന് ചില ഗൂഢശക്തികൾ പാലായിൽ പ്രവർത്തിക്കുന്നുണ്ടായിട്ട് പോലും 244 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പാലാ നിയോജക മണ്ഡലത്തിൻ്റെ ഗ്രാമാന്തരങ്ങളിൽ എത്തിക്കുവാനായിട്ട് പ്രിയപ്പെട്ട മാണി സി കാപ്പന് സാധിച്ചു. അതൊരു വലിയ അംഗീകാരമായിട്ട് ഞങ്ങൾ കരുതുകയാണ്. 2, യാതൊരു സംശയവുമില്ല, അടുത്ത തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരും. അങ്ങനെ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ഒരു പ്രതിപക്ഷ MLA ആയിട്ട് പോലും ഇത്രമാത്രം വികസന പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് പ്രിയങ്കരനായ മാണി സി കാപ്പന് സാധിച്ചുവെങ്കിൽ ഒരു ഭരണകക്ഷി MLA എന്നതിനും അപ്പുറം ആ മന്ത്രിസഭയിൽ ഒരു അംഗമാകാൻ പോകുന്നയാൾ എന്ന നിലയിൽ അദ്ദേഹത്തിന് പാലായെപ്പറ്റി ഒരു വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. പാലായുടെ വികസനത്തെപ്പറ്റി അദ്ദേഹത്തിന് ചില പദ്ധതികൾ മനസ്സിലുണ്ട്. അവയൊക്കെയും യാഥാർത്ഥ്യമാക്കുന്ന പ്രവർത്തനങ്ങൾ ഈ പാലായിലുണ്ടാകും. പാലായിൽ വികസനത്തിൻ്റെ ഒരു പെരുമഴക്കാലം സൃഷ്ടിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും. 3, ഈ ഇന്ത്യ മഹാരാജ്യത്ത് കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ അത്രമാത്രം ഒരു ദുർഭരണം നടത്തിയ സർക്കാരാണ് പിണറായി വിജയൻ്റെ സർക്കാർ. ആ സർക്കാർ നമുക്കറിയാം, പാലാ എന്ന് പറയുന്ന ജനാധിപത്യ വിശ്വാസികളുടെയും ഒപ്പം മതവിശ്വാസികളുടെയും ഒക്കെ നാടാണ്. അയ്യപ്പൻ്റെ സ്വർണം വരെ അടിച്ചു മാറ്റിക്കൊണ്ടു പോകുന്നതിന് നേതൃത്വം കൊടുത്ത ഒരു ഗവൺമെൻറ്, അത് ഹിന്ദു മതവിശ്വാസികളിൽ മാത്രമല്ല ഇതര മതവിശ്വാസികളിലും അത് വലിയ വേദന ഉളവാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ LDF സ്ഥാനാർത്ഥിക്ക് കൊടുക്കുന്ന ഒരു വോട്ട് പിണറായി വിജയൻ്റെ ദുർഭരണത്തിന് കൊടുക്കുന്ന ഒരു അംഗീകാരമായിട്ട് മാറും എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും പാലായിലെ ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് വിധി എഴുതും. പ്രിയങ്കരനായ മാണി സി കാപ്പന് ഒരു വലിയ ഭൂരിപക്ഷത്തോടു കൂടി പാലാ നിയോജക മണ്ഡലത്തിൽ നിന്ന് ജയിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അതിയായ ആത്മവിശ്വാസമുണ്ട്. ശരി, എന്തായാലും LDF പ്രതിനിധിയിലേക്ക് അടുത്ത് പോവുകയാണ്. തുടർഭരണം, 3ാം പിണറായി സർക്കാർ ഉണ്ടാകുമെന്ന് പല നേതാക്കളും ആവർത്തിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ പാലായിൽ LDF പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? ദൂരദർശൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും പാലായിൽ മത്സരിക്കുന്ന നിയുക്ത MLA ജോസ് കെ മാണിയുടെയും ഈസ്റ്റർ ആശംസകൾ നേരുകയാണ്. ഇവിടെ എൻ്റെ പ്രിയ സുഹൃത്ത് UDF പ്രതിനിധി പറഞ്ഞു, UDF സ്ഥാനാർത്ഥിയാണ് മാണി സി കാപ്പനെന്ന്. അദ്ദേഹം ഒരു കടലാസിലും റെക്കോർഡിലും UDF സ്ഥാനാർത്ഥിയായിട്ട് പറഞ്ഞിട്ടില്ല. അത് ആദ്യം മനസ്സിലാക്കണം. അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. UDF സീറ്റ് വിറ്റിട്ടപ്പം അവരുടെ റിലീസ് നിങ്ങൾ കാണണം. ആ റിലീസിൽ എവിടെയെങ്കിലും പാലായി സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കുന്നുവെന്ന് അതിൻ്റെ മുന്നണി നേതൃത്വം ഒരിടത്തും പറഞ്ഞിട്ടില്ല. അദ്ദേഹം നോമിനേഷൻ കൊടുത്തത് സ്വതന്ത്രൻ എന്നാണ്.
അദ്ദേഹം സ്വതന്ത്രൻ എന്ന് വെച്ച് ബ്രാക്കറ്റിൽ UDF എന്ന് എഴുതാൻ ധൈര്യം കാണിച്ചില്ല. തന്ത്രപരമായ ഒരു നീക്കമാണ്. ആ നീക്കത്തിലാണ് നിൽക്കുന്നത്. ഡമ്മി സ്ഥാനാർത്ഥിയാകാൻ പോലും അങ്ങേരെ ഒരു കോൺഗ്രസ്സുകാരനെയോ ഒരു ജോസഫ് ഗ്രൂപ്പുകാരനെയോ ഘടകകക്ഷികളോ തയ്യാറായില്ല. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള പ്രത്യേകത, ജനം ചുമതലയേൽപ്പിച്ച ജനപ്രതിനിധിയുടെ നിസ്സംഗതയും അലംഭാവവും റെക്കോർഡിക്കലി ജനം പഠിച്ചു. അതിനെതിരെയുള്ള വിധിയെഴുത്താണ് പാലായിൽ നടക്കാൻ പോകുന്നത്. യാദൃശ്ചികമായിട്ടാണേലും ഏപ്രിൽ 9 തെരഞ്ഞെടുപ്പ്. ഏപ്രിൽ 9 മാണിസാറിൻ്റെ 7ാം ഓർമ്മ ദിനമാണ്. ആ ഓർമ്മ ദിനത്തിൽ പാലായെ നമ്പർ 1 ആക്കിയ മാണിസാറിൻ്റെ ഓർമ്മയുമായിട്ട് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന പാലായുടെ വോട്ടർമാർ ഇത്തവണ തീർച്ചയായിട്ടും ജോസ് കെ മാണിയെ ബഹുഭൂരിപക്ഷത്തോടുകൂടി തിരഞ്ഞെടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതായത് നമ്മൾ 3 ജനപ്രതിനിധികളാണ് മത്സരിക്കുന്നത്. ജോസ് കെ മാണി പാർലമെൻറ്റ് അംഗം, മാണി സി കാപ്പൻ MLA, മൂന്നാമത്തെ സ്ഥാനാർത്ഥി ഷോൺ ജോർജ്, അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു. ഇവരുടെ ട്രാക്ക് റെക്കോർഡ് എടുത്ത് പരിശോധിക്കുക ജനം. ഇന്നത്തെ ആധുനിക തലമുറ അങ്ങനെയാണ്. അവർ ഗൂഗിളിൽ സെർച്ച് ചെയ്യും ഓരോരുത്തരുടെ എബിലിറ്റി എന്നാൽ അവരുടെ പ്രതിബദ്ധത എന്തായിരുന്നു നോക്കുക, പരിശോധിക്കുക. LDFിൻ്റെ സ്ഥാനാർത്ഥി ജോസ് കെ മാണി 91.6 ക്യാരറ്റാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന റെക്കോർഡ്. അദ്ദേഹം പാർലമെൻറ്റിലെ എല്ലാ വിഷയത്തിലും ഇടപെട്ടിരിക്കുന്നു. അതായത് പരാജയപ്പെട്ടവനാണ് പാലായിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിയത്. ആ ആവശ്യത്തോടാണ് ജനങ്ങളുടെ സമീപനം. അത് തെളിയിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്ഥാനാർത്ഥി മാണി സി കാപ്പനെ എടുത്തു ചോദിച്ചു നോക്കിയോ, അദ്ദേഹം ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് എന്നതാ, അദ്ദേഹം എത്ര കേസിൽ പ്രതിയാ? 5 കേസിൽ പ്രതി. അങ്ങനെ ഒരാളെയൊക്കെ ജനങ്ങൾ തിരഞ്ഞെടുക്കുകയും എനിക്കറിയില്ല. അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു കേട്ടോ. അപ്ഡേറ്റ് നിൽക്കും പരിശോധിക്കാം, മറ്റുള്ളവർക്കും പരിശോധിക്കാം. നിരവധി ഇടത്ത് കുടിശ്ശിക കൊടുക്കാറുണ്ട്. അങ്ങനെ പലതും. മൂന്നാമത്തെ സ്ഥാനാർത്ഥി BJPയുടെ സ്ഥാനാർത്ഥിയാണ്. BJPയുടെ സ്ഥാനാർത്ഥി ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു. അദ്ദേഹം 37% ഫണ്ടേ വിനിയോഗിച്ചിട്ടുള്ളൂ. ബാക്കി 63% ലാപ്സാക്കിയ വ്യക്തിയാണ്. ജില്ലാ പഞ്ചായത്തിൽ 50% താഴെയാണ്. ഇങ്ങനെയാണ് ഇവരുടെ ട്രാക്ക് റെക്കോർഡ്. അങ്ങനെയുള്ള ആളുമായിട്ടാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. LDF സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷക്കാലം പാലായുടെ എല്ലാ സമഗ്ര മേഖലകളിലും നേരിട്ടിടപെട്ട് ജനകീയ വിഷയങ്ങളിലെല്ലാം നിയമസഭയിൽ ഭരണകക്ഷിയുടെ മെമ്പർ എന്ന നിലയിൽ അദ്ദേഹം ചെയ്യാവുന്ന ഇടപെടലുകളെല്ലാം ചെയ്ത് സമഗ്രമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് പാർലമെൻറ്റ് അംഗം എന്ന നിലയിൽ പാലായിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിരവധി പദ്ധതികളെ കൊണ്ടുവന്ന് അദ്ദേഹം തൻ്റെ കഴിവ് തെളിയിച്ച സ്ഥാനാർത്ഥിയാണ്. ആ തെളിയിച്ച സ്ഥാനാർത്ഥിയെ അഭിമാന പുരസ്സരം LDF ജനങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ തവണത്തെ പരാജയം അദ്ദേഹം വിജയമാണെങ്കിലും വിജയിക്കുന്നതിന് ഒരു സ്ഥാനമുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം പരാജയം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ 24,000 വോട്ടുള്ള BJPയുടെ വോട്ട് വെറും 10,000 വോട്ടായി ചുരുങ്ങി. എതിർ സ്ഥാനാർത്ഥിയായിരുന്ന ആൾ 15,000 വോട്ട് ലീഡ് ചെയ്തു. അതാണ് ഇവിടെ നടക്കുന്ന ഡീല്. ആ ഡീലിനെതിരെയുള്ള പ്രതികരണമായിരിക്കും ഏപ്രിൽ 9 പോളിംഗ് ബൂത്തിലൂടെ പാലാ തെളിയിക്കുന്നതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, ശരി. എന്തായാലും NDAയുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ NDA വളരെ ശ്രദ്ധാപൂർവം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന മണ്ഡലം പാല എന്ന് പറയാൻ കഴിയും. പ്രധാനമന്ത്രിയുടെ പോലും ശ്രദ്ധ പതിഞ്ഞ ഒരു മണ്ഡലമായിട്ടാണ്. NDAക്ക് വളരെയധികം പ്രതീക്ഷയുണ്ട്. ഷോൺ ജോർജിനെ പോലൊരു സ്ഥാനാർത്ഥി പാലായിലെത്തുമ്പോൾ NDAയുടെ പ്രതീക്ഷകൾ എത്രത്തോളമാണ്? ദേശീയ ജനാധിപത്യ സഖ്യം അഥവാ BJP നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനം കേരളത്തിൽ അനധിവിദൂര ഭാവിയിൽ എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിൻ്റെ തുടക്കമെന്ന് പറയുന്നത് മധ്യ തിരുവിതാംകൂറിൻ്റെ ഈ പാല എന്ന പുണ്യഭൂമിയിൽ നിന്നായിരിക്കുമെന്നുള്ള കാര്യത്തിലും ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. കാരണം 2004 ശ്രീ PC തോമസ് MP അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു. ആ കേന്ദ്രമന്ത്രി സ്ഥാനത്തിരുന്നുകൊണ്ട് അദ്ദേഹം ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഭാഗമായി 2004 മത്സരിച്ച് 10,000-ലേറെ ഭൂരിപക്ഷം ഈ പാലാ മണ്ണിൽ നിന്ന് നേടിക്കൊണ്ടാണ് അദ്ദേഹം പാർലമെൻറ്റിലേക്ക് അന്ന് യാത്രയായത്. അന്ന് ഇന്നീ കാണുന്ന BJP സംവിധാനങ്ങളോ ദേശീയ ജനാധിപത്യ സംവിധാനങ്ങളോ ഒന്നും ഈ രാജ്യത്തുണ്ടായിരുന്നില്ല. മറിച്ച് കേവലം ഒരു ഉത്തരേന്ത്യൻ പാർട്ടി എന്ന പേരിൽ മാത്രം ലേബൽ ചെയ്യപ്പെട്ട ഒരു സംവിധാനമായിരുന്നുവെങ്കിൽ ഇന്ന് അസേതു ഹിമാചലം, കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും വീടുകളിലേക്കും BJP എത്തിയിട്ടുണ്ട്. അതെങ്ങനെയാണ് എത്തിയത്? 450 പ്രധാനമന്ത്രിയുടെ ജനകീയ പദ്ധതികൾ, ഒരു മനുഷ്യൻ ജനിക്കുന്നത് മുതൽ അവൻ്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ട മരണം വരെയുള്ള കാര്യങ്ങൾ കൃത്യമായി നിർവചനം ചെയ്യപ്പെട്ട് വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ, വികസന മാർഗത്തിലൂടെ, ഞങ്ങൾക്ക് മറ്റൊരു കാര്യവും പറയാനില്ല, വികസനം എന്ന ഒരൊറ്റ കാഴ്ചപ്പാടോടുകൂടി ഞങ്ങൾ ഒരേ മുദ്രാവാക്യവുമായി കാശ്മീരിലും മത്സരിക്കുന്നു, കേരളത്തിലും മത്സരിക്കുന്നു, പശ്ചിമ ബംഗാളിലും മത്സരിക്കുന്നു, തമിഴ്നാട്ടിലും മത്സരിക്കുന്നു. ബാക്കി മത്സരിക്കുന്ന മുന്നണികളുടെ അവസ്ഥ എന്തുവാ? കേരളത്തിൻ്റെ അതിർത്തി വിട്ടാൽ
തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിൻ്റെ ഫ്ലെക്സ് ചിത്രം നോക്കിയാൽ രാഹുൽ ഗാന്ധിയുണ്ട്, പ്രിയങ്ക ഗാന്ധിയുണ്ട്, പ്രിയങ്ക ഖാർഗെയുണ്ട്, മറ്റേ നമ്മളുടെ എച്ച് രാജയുണ്ട്, പിണറായി വിജയനുണ്ട്. എല്ലാ പാർട്ടികളും കൂടെ ചേർന്ന് ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ ഏതെങ്കിലും സ്വകാര്യ പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതും ചേർന്ന് അവിയൽ മുന്നണിയായി ഇന്ത്യ മുഴുവൻ മത്സരിക്കുന്നു. ഇവരെന്താ പറയുന്നത്? ഇവർ പറയുന്നത് BJPയുടെ ഭരണത്തെ തടയണം, BJPയുടെ വരവിനെ തടയണം. നാട്ടുകാരെന്താ പറയുന്നത്? BJP ഭരിച്ചാൽ മാത്രമേ നാട് നന്നാവുകയുള്ളൂ, BJP വന്നാൽ മാത്രമേ വികസനം ഉണ്ടാവുകയുള്ളൂ എന്ന് എങ്ങനെയാ പറഞ്ഞേ? അവർ ഹരിയാനയിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു, അവർ മഹാരാഷ്ട്രയിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു, അവർ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെ എടുത്ത കടലിലെറിഞ്ഞ രീതിയിലേക്ക് വിജയിപ്പിച്ചു. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ജനകീയമായ ഇടപെടലുകൾ നടത്തുന്ന, ജനകീയമായ മുന്നേറ്റങ്ങൾക്ക് കാരണമാകുന്ന, ജനങ്ങളുടെ അടിസ്ഥാന കാരണങ്ങൾക്ക് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് BJP. അതുകൊണ്ടാണ് BJPക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ MP-മാരുണ്ട്, ഏറ്റവും കൂടുതൽ MLA-മാരുണ്ട്, എല്ലാ സംസ്ഥാനങ്ങളിലും ഭരണമുണ്ട്. നിങ്ങളെല്ലാം കണ്ടു കാണും, ഒരു 10 വർഷം, ഒരു 6-7 വർഷക്കാലം മുന്നേ ഒരു പത്രസമ്മേളനത്തിൽ ഒരു സൂം ചെയ്തപ്പോൾ കേരളത്തിലെ ഒരു വലിയ മാംസ വ്യാപാരിയുടെ പേരിനോടൊപ്പം ചേർത്ത പേരാണ് നമ്മുടെ ജോസ് കെ മാണിയുടേത്. അദ്ദേഹം അതിനെതിരെ പ്രസ്താവനയും പ്രതിഷേധവും കേസും ഒക്കെ ആയിട്ട് പോയി. എന്തെങ്കിലും നടന്നോ? വെറുതെ ആരോപണം ഉന്നയിക്കരുത് കേട്ടോ. വെറുതെ ആരോപണം ശരിയല്ല. അങ്ങനെ ഒരു ആരോപണമില്ല. സത്യവാങ്മൂലം നിങ്ങൾ ഇവിടെ ഇരുന്ന പൊതുയോഗത്തിൽ വെച്ച് ഇതിങ്ങനെ പറയുന്നത് ശരിയല്ല. അങ്ങനെ തെളിവില്ലെങ്കിൽ പറയരുത്, യാതൊരു കാരണവശാലും പറയരുത്. പൂർണ്ണമായിട്ട് പിൻവലിക്കണമെന്നാണ് ആവശ്യമില്ല. ഒരു പ്രസ്താവന നടത്തില്ല. ഞങ്ങൾക്ക് സംശയമില്ല, ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഷോൺ ജോർജ് 10,000-ലധികം വോട്ടിനൂടെ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വിജയിച്ചു കഴിഞ്ഞാൽ ജനകീയ പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹം വരാൻ പോകുന്ന 25 വർഷക്കാലം ഇതിൻ്റെ MLA ആയിട്ട് തുടരുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഞങ്ങൾക്കില്ല. ഓക്കെ, ശരി. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മൂന്ന് മുന്നണികളും. ആ ഉന്നയിച്ച ആരോപണങ്ങൾക്കുള്ള മറുപടി LDF പ്രതിനിധിക്ക് നൽകാം. NDAയുടെ പ്രതിനിധി ഉന്നയിച്ചത് വളരെ മോശമായ രീതിയിൽ ഒരിക്കലും ചെയ്യരുതാത്തൊരു കാര്യമാണ്. അദ്ദേഹത്തിന് എൻ്റെ ഇതിന് തെളിവുണ്ടെങ്കിൽ ഏതെങ്കിലും സൂം ചെയ്ത് കണ്ടുവെന്ന് ഇമാജിൻ ചെയ്ത് അങ്ങ് അവതരിപ്പിക്കുക. ഇതിനു മുമ്പ് അങ്ങനെ പല കേസുകളും ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്, ചാനലുകളിൽ വന്നിട്ടുണ്ട്. ഉണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു കേസ് ഉണ്ടായിരുന്നെങ്കിൽ അഫിഡവിറ്റിൽ കാണുമായിരുന്നു. അതല്ലേ അതിന് ശരി? ഒഴിവാക്കാൻ പറ്റുമോ? പിന്നെ എന്തിന് ഇങ്ങനത്തെ ഒരു ആരോപണം? അങ്ങാടി തോറ്റതിന് അമ്മയോടൊന്ന് കേട്ടിട്ടുണ്ട്. അതല്ലാതെ എന്ത് ന്യായീകരണമുള്ളേ? ഇവർ പറഞ്ഞു എന്തൊക്കെയോ BJP നേടുമെന്ന്. ഇവർ വഹിച്ചുകൊണ്ടിരുന്ന നിയമത്ത് അക്കൗണ്ട് തുറക്കാൻ ജനം അവസരം കൊടുത്തു, പൂട്ടിച്ചു. എന്തുകൊണ്ടാണ് പൂട്ടിയത്? യാതൊരു നേട്ടവും ഉണ്ടായില്ല. തൊട്ടടുത്ത മുത്തോളി പഞ്ചായത്ത് പാലായിൽ BJP ഭരിച്ചു. ഇതാ രണ്ടാമത് ഇലക്ഷൻ നടന്നപ്പം വട്ടപൂജ്യമാണ് അവർക്ക് കിട്ടിയത്. സ്ഥാനാർത്ഥികളെ വ്യക്തിഹത്യ ചെയ്യുന്ന കാര്യത്തില് LDFന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ടാണ് അനുഭവിച്ചുകൊണ്ട് വരികയാണ്. പറഞ്ഞത് ഒരു നുണ ഫാക്ടറിയിൽ നിന്ന് ഇറക്കുന്ന പ്രോഡക്റ്റുകൾ പാലായിലൂടെ ഇങ്ങനെ പറന്നു നടക്കുന്ന ഒരു സാഹചര്യമാണ് പാലായിൽ എന്ത് വികസന പ്രവർത്തനങ്ങൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ പാലായില് മാണി സി കാപ്പൻ എന്ത് വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്നായിരുന്നു ഒരു മാസം മുൻപേ വരെയുള്ള LDFന്റെ ഏറ്റവും വലിയ പ്രചരണം. ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണി വളരെ കൃത്യമായിട്ടൊരു പത്രം പുറത്തിറക്കി. ആ പത്രം എല്ലാ വീടുകളിലും എത്തിച്ചു. അദ്ദേഹം കഴിഞ്ഞ 6.5 വർഷക്കാലം ഈ മലയോര മേഖലകൾ അങ്ങ് തലനാട് തൊട്ട് ഇങ്ങ് കൊഴുവനാലിൻ്റെ അങ്ങേ അറ്റം വരെയുള്ള സ്ഥലങ്ങളിൽ വിവിധങ്ങളായ കുടിവെള്ള പദ്ധതികൾ, റോഡുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്ത തുകയും ആ പദ്ധതിയുടെ പേരും ആ പത്രത്തിൽ ഇറക്കിയതോടുകൂടി ആ നുണ ഫാക്ടറി തീർന്നു. പിന്നെ മാണി സി കാപ്പൻ്റെ പേരിൽ കേസുണ്ടെന്നുമൊക്കെ പറഞ്ഞായിരുന്നു 5 വർഷം മുൻപേ ഇതിനേക്കാൾ വലിയ കോലാഹലം സൃഷ്ടിച്ചു. ഒന്നേ എനിക്ക് LDF പ്രതിനിധിയോട് പറയാനുള്ളൂ, ഞങ്ങളുടെ സ്ഥാനാർത്ഥി പൊതുജനങ്ങളുമായി ബന്ധപ്പെടുന്ന, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന വളരെ കൃത്യമായ പ്രവർത്തന പാരമ്പര്യമുള്ളയാളാണ്. അല്ലാണ്ട് നൂലിൽ കെട്ടി ഇറക്കിയ ആളല്ല. അമൂൽ ബേബികൾക്ക് ഇലക്ഷന് മത്സരിക്കാൻ വേണ്ടി മാത്രം വരുന്ന ആൾക്കാർക്ക് കേസ് കാണില്ല, അവർക്ക് നാടറിയത്തില്ല, അവർക്കൊരു പ്രശ്നവും ഉണ്ടാകില്ല. പൊതുജന സംവിധാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം ഷാബി പറമ്പിലിനെതിരെയൊക്കെ 150-200 കേസുണ്ട്. BJPയുടെ നേതാക്കന്മാർക്കെതിരെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് എത്രയോ കേസുകളുണ്ട്. ഒന്നും വേണ്ട. CPMന്റെ ഏറ്റവും വലിയ പ്രഖ്യാപിത നയമാണ്
അവരുടെ ഏറ്റവും വലിയ പ്രഖ്യാപിത നയമായിട്ടുള്ളതാണ് സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം. പോറ്റിയെ കേറ്റിയെ എന്നുള്ള പാട്ട് പാടിയതിൻ്റെ പേരിൽ ഇവിടെ കേസെടുത്ത സംസ്ഥാനമാണ്. എന്ത് സ്വാതന്ത്ര്യം, എന്ത് സോഷ്യലിസം! ഇവിടെ മുഖ്യമന്ത്രിയുടെ ഡ്രൈവർ വരെ മൂളിപ്പാട്ട് പാടുന്നത് പോറ്റിയെ കേറ്റിയെ, സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്നുള്ളതാ. അതുകൊണ്ട് ഇവിടെ സോഷ്യലിസത്തിന്റെ കാര്യവും അതും ഒന്നും പറയേണ്ട ആവശ്യമില്ല. ജനാധിപത്യത്തിന്റെ കാര്യമൊക്കെ പറയാൻ ഏറ്റവും അർഹതയുള്ളത് LDF ആണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഇടതുപക്ഷ സംവിധാനങ്ങൾക്ക് ഒരു പ്രത്യേകത. ഈ ആടിനെ പട്ടിയാക്കുന്നതിന് ഇത്രയേറെ വൈദഗ്ധ്യമുള്ള സംവിധാനം CPM ആണ്. ഈ കേരള കോൺഗ്രസും അത്തരത്തിൽ ആടിനെ പട്ടിയാക്കപ്പെട്ട CPM-ന്റെ വാലയിൽ പോയി കെട്ടിയിട്ടുണ്ട്. ഒരു ചെറിയ മണം അവർക്കും കിട്ടിയിട്ടുണ്ട്. കാരണം ഈ ശതമാനത്തിന്റെ കണക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ വലിയ മൂത്ത സഖാക്കൾ പത്രസമ്മേളനത്തിൽ കയറിയിരുന്നിട്ട് ശതമാനത്തിന്റെ കണക്ക് പറഞ്ഞിട്ട് പറയും, ഞങ്ങൾ ശാസ്ത്രീയമായിട്ട് മാത്രമേ തോറ്റിട്ടുള്ളൂ, അതായത് അടിസ്ഥാനപരമായിട്ട് ഞങ്ങൾ വിജയിച്ചതാണ്, കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ശതമാനപരമായിട്ട് ഞങ്ങൾ വിജയിച്ചാണ്. എനിക്കറിയത്തില്ല ഇന്ന് വരെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ശതമാനം ജയിച്ച കണക്ക്. 50 വോട്ടുള്ളവൻ്റെ മുകളിൽ 51 വോട്ടുണ്ടെങ്കിൽ 51 വോട്ടുള്ള ആൾ ജയിക്കും, അല്ലാതെ ശതമാനമല്ല ജയിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ LDF-ന്റെ പ്രതിനിധിക്കും ഷോൺ ജോർജ് 37%, മറ്റേ നമ്മുടെ LDF-ന്റെ സ്ഥാനാർത്ഥി 91%. ഈ 91% ചെലവഴിച്ചു അല്ലെങ്കിൽ ഹാജരുണ്ടായിരുന്നു എന്ന് പറയുന്ന ആള് അവിടെ എന്തു ചെയ്തു? ഇവിടെ ഒരു IIIT ഉണ്ടായിരുന്നു. നിങ്ങൾ പറയുന്നു നിങ്ങളുടെ കാലഘട്ടത്തിലാണിത് കൊണ്ടുവന്നതെന്ന്. അതൊരു PPP മോഡലിൽ സ്ഥാപിതമായ ഒരു സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒരുമിച്ചുള്ള ഒരു പ്രസ്ഥാനമാണ്. അവിടെ ഒരു 100 കോടി രൂപയുടെ പ്രപ്പോസൽ, അത് വിജയിക്കുന്നതിന് വേണ്ടി, അത് കൂടുതൽ ജനകീയമാക്കുന്നതിന് വേണ്ടി കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് അവിടെ പ്രവേശനം ലഭിക്കുന്നതിന് വേണ്ടി, കൂടുതൽ കോഴ്സുകൾ ആരംഭിക്കുന്നതിന് വേണ്ടി, കൂടുതൽ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുന്നതിന് വേണ്ടി 100 കോടി രൂപയുടെ ഒരു പ്രപ്പോസൽ കേന്ദ്ര സർക്കാരിൽ കിടപ്പുണ്ട്. അത് ബഹുമാന്യായ നിർമ്മലാ സീതാരാമൻ കഴിഞ്ഞ തവണ അവിടെ വന്നപ്പോൾ ഞങ്ങൾ അവരുടെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്തി. ഞങ്ങൾക്ക് MP ഇല്ല, ഞങ്ങൾക്ക് MLA ഇല്ല, എന്തേ താങ്കളുടെ MPക്ക് ഇതൊന്നും എഴുന്നേറ്റൊന്ന് പറയാൻ പറ്റാതെ? ഇംഗ്ലീഷ് സുരേഷ് ഗോപി IIITയുടെ കാര്യത്തില് UPA സർക്കാരിന്റെ കാലത്ത്, മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം കേരളത്തിലെ ഉമ്മൻചാണ്ടി സർക്കാരിന് സമ്മാനമായി നൽകിയതാണ് IIIT എന്ന് പറയുന്നത്. പുതുപ്പള്ളിയിലുണ്ട്. അതിനും കാര്യം പറയാം. ഇവിടെ പാലാഴി, ഞാനൊന്ന് പറഞ്ഞോട്ടെ, തൊടുപുഴയിലും പാലായിലും ഒന്നുമല്ല. IIIT എന്ന് പറയുന്നത് ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ കാലത്ത് മൻമോഹൻ സിംഗ് കൃത്യമായ വിഷനോടുകൂടി ഈ കേരളത്തിന് സമ്മാനിച്ചതാണ്. ഇവിടെ വലവൂരിൽ പാലാഴി ലാറ്റക്സ് എന്ന് പറയുന്ന ഒരു റബ്ബർ ഫാക്ടറിക്ക് വേണ്ടി ഇവിടെയുള്ള സഹകരണ ബാങ്കിൽ നിന്നെല്ലാം 50 ലക്ഷവും 25 ലക്ഷവും 30 ലക്ഷവും ഒക്കെ കടം മേടിച്ച് ഒരു ട്രസ്റ്റ് പോലെ രൂപീകരിച്ച് അന്ന് പറഞ്ഞ ഇലക്ഷൻ്റെ കാലത്ത് ഞാനും ആരാധിക്കുന്ന, ഇപ്പോഴും മനസ്സിൽ ആരാധിക്കുന്ന നേതാവാണ് KM മാണി സാറ്. ആ മാണി സാറ് എയ്റോപ്ലെയിൻ്റെ ടയർ മുതൽ സൈക്കിളിൻ്റെ ട്യൂബ് വരെ ഉണ്ടാക്കുന്ന പാലാഴി ലാറ്റക്സ് ലിമിറ്റഡ് എന്ന സ്ഥാപനം പാലായിൽ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് 50 ഏക്കർ സ്ഥലം മേടിച്ചു. ആ സ്ഥലം ചുമ്മാ കാട് കയറി കിടന്നപ്പോൾ IIITക്ക് അനുകൂലമായ ഒരു സ്ഥലം എന്ന നിലയിൽ അത് കണ്ടു. ജോസ് കെ മാണിയുടെ ഇടപെടലിനെ ഞങ്ങൾ കുറച്ച് കാണിക്കുന്നില്ല. അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുക്കാൻ വന്നാൽ എട്ടുകാലി മമ്മൂഞ്ഞിന്റെ സ്വഭാവമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. രണ്ടുപേരും ഈ വിഷയത്തിൽ ഒറ്റച്ചങ്ങായിമാരാണ്. കാരണം അന്ന് വലതുപക്ഷത്ത് നിന്നയാള് ആ സമയത്ത് അഴിമതി നടത്തി ഭൂമി അനധികൃതമായി പല ആളുകളിൽ നിന്നും വില കൂട്ടിക്കൊടുത്ത് വാങ്ങി, അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഭൂമി ക്രയവിക്രയത്തിൽ വലിയ സാമ്പത്തിക അഴിമതി നടത്തിയത് നടപ്പിലാക്കാൻ പറ്റാതെ, പദ്ധതികൾ നടപ്പിലാക്കാതെ വന്നപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആശങ്കപ്പെട്ടിരുന്നപ്പോഴാണ് മൻമോഹൻ സിംഗിനെ സ്വാധീനിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പദ്ധതി. അതുകൊണ്ട് ഇവർ ഈ കാര്യത്തിൽ ഒറ്റച്ചങ്ങായിമാരാണെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. വികസന വിഷയങ്ങളിലേക്ക് നമുക്ക് വരാം. നേരത്തെ പറഞ്ഞു നിർത്തിയെടുത്ത് ഈ കണക്കുകളുടെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകളിലേക്ക് ഒന്ന് പോവുകയാണ്. ഇടതുപക്ഷത്തിന് ഒരു തിരിച്ചടിയേറ്റ സാഹചര്യമായിരുന്നു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നത്. ആ ഒരു തിരിച്ചടി ഈ ഇപ്പോഴുള്ള തിരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്ന് കരുതുന്നുണ്ട്? നിങ്ങൾ പഠിച്ചിട്ടല്ല ഇവിടെ ഒന്ന് പറയുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് കിട്ടിയ ലീഡ് വോട്ടിന്റെ 1500 സംതിങ് വോട്ടിന്റെ കൂടുതലുണ്ട്. പാർലമെന്റിൽ കുത്തനെ ഇടിഞ്ഞു. അതിപ്പോൾ LDF-ന്റെ ലീഡാണ്. ആ ലീഡ് നിലനിർത്തിക്കൊണ്ട് പോവുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് അല്പദൂരം കൂടെ ഞങ്ങൾക്ക് നടത്താനുള്ളൂ. എല്ലാ നടപടികളും പൂർത്തിയാക്കി ജനങ്ങളെ മുഴുവൻ കണ്ട്
കാര്യം ബോധ്യപ്പെട്ട് ഈ നാടിൻ്റെ പുരോഗതിക്കും വികസനത്തിനും വേണ്ടി LDF സ്ഥാനാർത്ഥി ജോസ് കെ മാണിയെ വിജയിപ്പിക്കണമെന്ന് ഞങ്ങളുടെ അഭ്യർത്ഥന ഈ നാട് സ്വീകരിച്ചു. ഞങ്ങൾ നടത്തിയ എല്ലാ പരിപാടികളും വമ്പൻ പരിപാടികളാണ്, ജനപങ്കാളിത്തത്തോടെ ആണ് ഈ നാട്ടിൽ നടത്തിയത്. ഓക്കെ, ഈ വിജയപ്രതീക്ഷ എത്രത്തോളമുണ്ട്? എത്ര ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ പാർട്ടി വിശകലനം ഉണ്ടായിട്ടുണ്ടോ? മികച്ച ഭൂരിപക്ഷം കിട്ടും, ആ കാര്യത്തിൽ യാതൊരു തർക്കമില്ല. UDFിൻ്റെ സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം മാണി സാറും അതോടൊപ്പം മാണി സി കാപ്പനും മാത്രമേ പാലാ മണ്ഡലത്തിൽ MLA ആയി വന്നിട്ടുള്ളൂ. ഇതുവരെ പാലാ മണ്ഡലത്തിൽ 2 MLA-മാരാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴും ഈ ഒരു വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. എത്രത്തോളം വോട്ടുകൾ നേടും, അല്ലെങ്കിൽ ഈ കണക്കുകൾ എങ്ങനെയാണ് ഈ കണക്ക് കൂട്ടുന്നത്? ഏറ്റവും കൂടുതൽ ഒരു വിരോധമുണ്ടായിരുന്ന, വിരോധം സൃഷ്ടിക്കപ്പെട്ട, വിരോധ ഫാക്ടറിയിൽ നിന്ന് വിരോധം സൃഷ്ടിക്കപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. അന്ന് നമുക്കറിയാം കോവിഡിൻ്റെയും കിറ്റിൻ്റെയും ഒക്കെ പേരിൽ പിണറായി സർക്കാരിന് അനുകൂലമായി വലിയ ഒരു ജനവികാരമുണ്ടായിരുന്ന സമയത്ത് പാലായിൽ പ്രിയങ്കരനായ മാണി സി കാപ്പന് 15,500-നും അപ്പുറം വോട്ടിന് ജയിക്കാൻ സാധിച്ചുവെങ്കിൽ ഈ തവണ യാതൊരു സംശയവുമില്ല പിണറായി സർക്കാരിനെതിരെയുള്ള ഒരു വലിയ വിധിയെഴുത്ത്, അതിനപ്പുറം കഴിഞ്ഞ 5 വർഷക്കാലങ്ങൾ ഈ മേഖലയിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് മാണി സി കാപ്പൻ്റെ സജീവ സാന്നിധ്യം ഈ മേഖലയിലുണ്ടായിരുന്നു. ഇനി മറ്റൊരു കാര്യം കൂടി, പാലായുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരള കോൺഗ്രസ്സിന് പാലാ മുനിസിപ്പാലിറ്റിയിൽ ഭരണം നഷ്ടപ്പെടുന്നത്. അത് സമീപ പഞ്ചായത്തുകളിലൊക്കെ കഴിഞ്ഞ തവണ അസംബ്ലി ഇലക്ഷൻ നടക്കുമ്പോൾ വിരലിൽ എണ്ണാവുന്ന പഞ്ചായത്ത് മെമ്പർമാർ മാത്രമേ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ലേബലിലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളും ഭരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി, പാലാ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി. അതോടൊപ്പം തന്നെ ശ്രീ മാണി സി കാപ്പന് അദ്ദേഹത്തിൻ്റെ കൃത്യമായ 5 വർഷത്തെ ഇടപെടലുകൾ, യാതൊരു സംശയവുമില്ല കഴിഞ്ഞ വർഷത്തെ ഭൂരിപക്ഷത്തിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹം കേരള നിയമസഭയിലെത്തും. യാതൊരു സംശയവുമില്ല ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഗവൺമെൻറ് ഉണ്ടാകുമ്പോൾ അദ്ദേഹം ആ ഗവൺമെൻറ്റിൽ മന്ത്രിയുമായിരിക്കും. പാലാ മുനിസിപ്പാലിറ്റിയിൽ അവർ ഗ്യാലറിയിൽ നിന്ന് കളി കാണുക കേട്ടോ. യാതൊരു പങ്കും UDF എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലില്ല. അവിടെ 3 അങ്ങനെയൊക്കെ എൻ്റെ സ്നേഹിതൻ പറയാതെ ഇതിപ്പോ BJP പ്രതിനിധി പറഞ്ഞതുപോലെ നിങ്ങളെ ഈ തോറ്റു എന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ മുനിസിപ്പൽ ചെയർമാൻ ഇന്നിത് ഈ പാലാ ടൗണിൽ കൂടി മാണി സി കാപ്പൻ്റെ പര്യടനം നടക്കുമ്പോൾ ആ വാഹനത്തിൽ അവരുണ്ട്. അവരൊക്കെ വേറെ പാർട്ടിയിൽ ഉണ്ടായിരുന്നായിരിക്കാം. അവരൊക്കെ തിരിച്ചു വന്ന് UDF-ുമായിക്ക് സമരസപ്പെട്ടുകൊണ്ട് ഇന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ UDF-ന്റെ ചെയർപേഴ്സൺ പാലാ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നു. യാതൊരു കുഴപ്പവുമില്ല. വളരെ ഭംഗിയായിട്ട് ഈ മുനിസിപ്പൽ ഭരണം പോകും. പല പഞ്ചായത്ത് ഭരണങ്ങൾ പോകും. ഇലക്ഷൻ വരും, റിസൾട്ട് വരും. മാണി സി കാപ്പൻ വലിയ ഭൂരിപക്ഷത്തോടു കൂടി പാലായിലെ ജനങ്ങൾ അദ്ദേഹത്തെ വിജയിപ്പിക്കും. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ശരി, അഡ്വക്കേറ്റ് അനീഷ് ജി, NDAക്ക് ബേസിക് വോട്ടായിട്ട് ഏകദേശം ഒരു 20,000 വോട്ടോളം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എത്രത്തോളമാണ് ഇപ്പോൾ വോട്ട് ശതമാനത്തിലുള്ള കണക്കൂട്ടലുകൾ? എങ്ങനെയാണ്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 6 പതിറ്റാണ്ട് കാലമായി പാലാ = ഏതെങ്കിലും ഒരു മാണി എന്നാണ് എഴുതി രേഖപ്പെടുത്തിയിരുന്നത്. അത് 2026 മെയ് മാസം 4-ാം തീയതി അവസാനിക്കാൻ പോകുന്ന ചിത്രമാണ് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. പാലാ = ഏതെങ്കിലും മാണി എന്നുള്ളത് മാറി പാലാ = ഷോൺ ജോർജ് എന്ന് രേഖപ്പെടുത്തുന്ന ആ ഒരു സുദിനമാണ് വരുന്നത്. ഇനി അതെങ്ങനെ വരുമെന്ന് താങ്കൾ ചോദിച്ചില്ലേ. മാർച്ച് മാസം 20-ാം തീയതി അദ്ദേഹം പാലായിൽ നടത്തിയ റോഡ് ഷോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളും നേരിട്ടോ അല്ലാതെ സോഷ്യൽ മീഡിയ വഴിക്കോ കണ്ടിട്ടുണ്ടാവും. 10,000-ത്തിലധികം ആളുകൾ, 3,000-4,000-ത്തോളം സ്ത്രീജനങ്ങൾ പങ്കെടുത്ത ഒരു ബഹുജന റാലി. ആ ബഹുജന റാലിയാണ് ഞങ്ങളുടെ അടിസ്ഥാനം. ഇനി അത്തരത്തിലുള്ള ബഹുജന റാലി മാത്രമല്ല, അങ്ങ് തലനാട് മുതൽ ഇങ്ങ് കൊഴുവനാല് വരെയുള്ള എല്ലാ പഞ്ചായത്തിൻ്റെയും ഈ പാലാ മുനിസിപ്പാലിറ്റിയിലും ഏതൊക്കെ തരത്തിലുള്ള സമഗ്രമായ വികസനം, ഏതൊക്കെ പദ്ധതികളാണ് മുടങ്ങിക്കിടക്കുന്നത്, ഏതൊക്കെ പദ്ധതികളാണ് പുതിയതായിട്ട് രൂപീകരിക്കേണ്ടത്, ഏതൊക്കെ സംവിധാനങ്ങളാണ് പുതിയതായിട്ട് രൂപീകരിക്കേണ്ടത്, ഇങ്ങനെ എല്ലാ വിഷയങ്ങളെയും പ്രതിപാദിച്ചുകൊണ്ടുള്ള ഒരു സമഗ്രമായ രേഖ ഞങ്ങൾ ഇറക്കി ഈ നാട്ടുകാർക്ക് കൊടുത്തിട്ടുണ്ട്. അത് എല്ലാ വീടാന്തരം ഇന്നും നാളെയുമായി എത്തുമ്പോൾ അത് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് പ്രതികരിക്കാം. അത് കേവലം ഒരു ഇന്ദിരാ ഗ്യാരണ്ടി അല്ല, അത് മോഡിയുടെ ഗ്യാരണ്ടിയാണ്. കാരണം മോദിയുടെ ഗ്യാരണ്ടിയാണ് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇപ്പം നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. ആ മോദിയുടെ ഗ്യാരണ്ടി ഷോൺ ജോർജ് ഇവിടെ നടപ്പിലാക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത്
പാല വളരും ഇനി രാജ്യത്തിനൊപ്പം എന്ന് ഞങ്ങൾ കൃത്യമായിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് വികസനമാണ്, ആ വികസനത്തിൽ അധിഷ്ഠിതമായ വിജയം ഞങ്ങൾക്ക് സുനിശ്ചിതമാണ്. ഷോൺ ജോർജ് 10,000-ലേറെ വോട്ടിന് ജയിക്കുമെന്നുള്ള കാര്യം ഞങ്ങൾക്ക് തർക്കമില്ല. ശരി, എന്തായാലും ഒരു നിയോജക മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഒരു നാടിനാവശ്യം വിവാദങ്ങൾക്കപ്പുറം വികസനമാണെന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടെന്ന് തോന്നുന്നില്ല. ആ ഒരു വികസനത്തിന്റെ കാര്യത്തിലേക്ക് വരാം. LDF മുന്നോട്ട് വയ്ക്കുന്ന വികസന ആശയങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ നടപ്പിലാക്കും എന്നുള്ള ഒരു വാഗ്ദാനങ്ങൾ നൽകുന്നു. പ്രകടനപത്രിക എല്ലാവരും കണ്ടതാണ്. ഞങ്ങൾ കാര്യമായി പറയുക, അത് ഞങ്ങൾ തെളിയിച്ചിട്ടുമുണ്ട്, ഇനിയും അത് നടപ്പാകും. പാലായെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ സർക്കാർ ഇതാ തൊട്ടടുത്ത് ഒരു KSRTCയുടെ ബസ് ടെർമിനൽ 8 വർഷം മുമ്പ് പണിത, ആ 8 വർഷം മുമ്പ് പണിത ആ ബസ് സ്റ്റേഷനിൽ 10 മീറ്റർ മാറ്റിയാൽ മതി ATO ഓഫീസ് അങ്ങനെ മാറ്റി സ്ഥാപിക്കാൻ. ഈ 8 വർഷമായിട്ട് യാതൊരു നടപടിയും അവിടെ സ്വീകരിച്ചില്ല. അതിൻ്റെ ഉദ്ഘാടനത്തിൽ കാര്യമായ റോള് കിട്ടിയില്ല, അധ്യക്ഷനാക്കാൻ പറ്റിയില്ല എന്നും പറഞ്ഞ് മാണി സാറിൻ്റെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തിന് കിട്ടിയില്ലെന്നും പറഞ്ഞ് പരിധി വെച്ച ആളാണ്. യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. 100% പണി തീർത്ത് കൈമാറുക ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ പുതിയ വിട്ടണം. ആ വഴിയുള്ള ഒരു ബെഞ്ച് അവിടെ മേടിച്ചിടാൻ തയ്യാറായില്ല. അങ്ങനെ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മാണി സാറിൻ്റെ ശുപാർശകൾ പണിത. അതുപോലെ 100% പണി തീർത്ത നെല്ലിയാനിയിലെ സിവിൽ സ്റ്റേഷൻ അനക്സ് മന്ദിരം, ആ അനക്സ് മന്ദിരത്തിൽ വെള്ളമുണ്ട്, വെളിച്ചമുണ്ട്. ഞാൻ ഇടപെട്ടാണ് വെള്ളവും വെളിച്ചവും അവിടെ എത്തിയത്. പറയട്ടെ, നിങ്ങളുടെ MLA ഒരു ശുപാർശക്കത്ത് പോലും ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ MLA അവിടെ എന്ന് പറഞ്ഞ് ഉടൻ പ്രവർത്തനം ആരംഭിക്കുവാന്ന് യാതൊരു പരിപാടിയും നടക്കാതെ അത് കാട് പിടിച്ച് കിടക്കുന്നു. 13.39 കോടി രൂപ നമ്മുടെ കളരിയാമക്കൽ പാലത്തിന്റെ അപ്രോച്ച് റോഡിന് കൊടുത്തു. ഒരു കൊട്ട മണ്ണിന്റെ പണി അവിടെ ചെയ്തിട്ടില്ല. അതുപോലെ പാലായി നിരവധിയായ മുടങ്ങിക്കിടക്കുന്ന പദ്ധതികളാണ്. എന്താണ് അതിന് കാരണം? മാണി സാർ ആരംഭിച്ചു എന്ന് പറഞ്ഞ് ആ ഒറ്റ അയോഗ്യതയാണ് അതിനുള്ളത്, അല്ലാതെ മറ്റൊരു ഒന്നും ഇല്ല. അദ്ദേഹം ഒരു ജില്ലാ വികസന സമിതി വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ജില്ലാ വികസന സമിതിയിലോ നിയമസഭാ സബ്ജക്റ്റ് കമ്മിറ്റിയിലോ മറ്റൊരു സമിതികളിലും പങ്കെടുക്കാതെ വളരെ നിരുത്തരവാദിത്വപരമായി ഈ നാടിനോട് ചെയ്ത കൊടും ക്രൂരതയാണ് ഇത്തരം പദ്ധതികൾ ഇവിടെ പണി തീർന്നിട്ടും പ്രയോജനപ്പെടുത്താതെ കിടക്കുന്നത് എന്ന് പറയാൻ പറ്റുന്നു. ശരി, 7 വർഷമായി മാണി സി കാപ്പൻ മണ്ഡലത്തിൽ ജനപ്രതിനിധിയായി തുടരുന്നു. എന്താണ് വോട്ടർമാർക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ? ഇനി മനസ്സിലുള്ളത് എന്തൊക്കെയാണ്? പാലായെ സംബന്ധിച്ചിടത്തോളം പാലായുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ള വികസനം എന്നൊക്കെ പറയുന്നത് കേന്ദ്രീകൃത വികസനമായി പോയി. കടപ്പാട്ടൂർ പാലം മുതൽ കിഴതടിയൂർ പള്ളി ജംഗ്ഷൻ വരെ മാത്രമായി പോയി പാലായുടെ വികസനം. ആ 1 കിലോമീറ്ററിനുള്ളിൽ പാലാ KSRTC ബസ് ടെർമിനൽ, അതോടൊപ്പം തന്നെ KSEB, സിവിൽ സ്റ്റേഷന്, വൈദ്യുതി ഭവന്, ആശുപത്രി, അങ്ങനെ ഇതെല്ലാം കൂടി ഒരു ചെറിയ ലൊക്കേഷനിൽ മാത്രം ഒതുങ്ങിപ്പോയതുകൊണ്ട് പാലായുടെ വികസനം മുരടിക്കുകയാണ് ചെയ്തത്. ഒരു കാലഘട്ടത്തിൽ പാലായോട് ഒരു തരത്തിലും പൊരുത്തപ്പെടാൻ പറ്റാതെ കിടന്ന തൊടുപുഴയും കടുത്തുരുത്തി പോലും ഇന്ന് പാലായെ കവച്ചു വെക്കുന്ന വികസനമുണ്ടായപ്പോൾ പാലാ ഈ 2 പാലത്തിനിടയിൽ മാത്രമായി പോയി പാലായുടെ വികസനം. ഭരണകക്ഷിയിലെ വലിയ പ്രമുഖനായ ഒരു സ്ഥാനാർത്ഥി ഇവിടെ മത്സരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഈ വികസന പ്രവർത്തനങ്ങളൊക്കെയും ഒന്ന് നടത്തി കൊടുത്തുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇദ്ദേഹം പറഞ്ഞല്ലോ, നമുക്ക് കണക്കും കാര്യങ്ങളും എല്ലാം അറിയാം. ഒരു ചെറുവിരൽ അനക്കുക മാത്രമല്ല, പ്രിയങ്കരനായ മാണി സി കാപ്പൻ അതിനു വേണ്ട പദ്ധതികളുമായിട്ട് ചെല്ലുമ്പോൾ അവയൊക്കെ തുരങ്കം വയ്ക്കുന്ന പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോയി. 19.5 കോടി രൂപ റെഗുലേറ്ററി കം ബ്രിഡ്ജ് അരുണാപുരത്ത് സ്ഥാപിക്കാനായിട്ട് അന്നത്തെ ജലസേചന മന്ത്രിയായിരുന്ന കൃഷ്ണൻകുട്ടി മന്ത്രിയുടെ കാലത്ത് അദ്ദേഹം അതിന് സാങ്ഷൻ കൊടുത്തു. പക്ഷേ പിന്നീട് ജലസേചന വകുപ്പ് മന്ത്രി വന്നപ്പോൾ പാലായിൽ മാണി സി കാപ്പൻ്റെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു പദ്ധതി വരണ്ട എന്നുള്ള വലിയ വാശിയോടുകൂടി ആ പദ്ധതി എടുത്ത് ഫ്രീസറിൽ വെച്ചു. അങ്ങനെ ഒരു പദ്ധതി വന്നിരുന്നെങ്കിൽ ഈ പാലായിൽ അങ്ങ് കൊട്ടാരമറ്റം മുതൽ അങ്ങ് ഈരാറ്റുപേട്ട വരെ 7 അടി പൊക്കത്തിൽ വെള്ളം നിൽക്കുകയും ഈ മേഖല ഫലസമ്പുഷ്ടമാകുകയും ചെയ്തേനെ. ഏറ്റവും കൂടുതൽ വിദ്യരായിട്ടുള്ള ആൾക്കാർ കടൽ കടന്ന് അന്യരാജ്യത്തേക്ക് പോയിരിക്കുന്നത് പാലായിൽ നിന്നാണ്. ആ ആൾക്കാരെയൊക്കെ അങ്ങനെയുള്ള ആൾക്കാർക്ക്, പഠിച്ചു വരുന്ന ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടി ഈ പാലാ മുതൽ എറണാകുളം വരെ 53 കിലോമീറ്റർ ദൂരത്തിൽ പുതിയ ഒരു റോഡ് ഉണ്ടാകുകയാണെങ്കിൽ എറണാകുളം ഇപ്പം വികസനത്തിൻ്റെ കാര്യത്തിൽ വീർപ്പ് മുട്ടി നിൽക്കുകയാണ്. അവിടെയുള്ള പുതിയ ചെറിയ ഫാക്ടറികൾ, IT മേഖലയിലുള്ള ഫാക്ടറികൾ, സ്വകാര്യ സംരംഭങ്ങൾ, പുതിയ മൈക്രോ പദ്ധതികൾ, അസംബ്ലിംഗ് യൂണിറ്റുകൾ ഒക്കെയും ഈ പാലാ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ പാലായിൽ വികസനത്തിൻ്റെ ഒരു കുതിപ്പുണ്ടാകും. പ്രിയങ്കരനായ മാണി സി കാപ്പനും UDFനും
അത്തരമൊരു വികസനത്തെപ്പറ്റി വലിയ കാഴ്ചപ്പാടുണ്ട്. പാലാ ഒരു വികസന കുതിപ്പിലേക്ക് കടക്കുന്ന ഒരു കാലമായിരിക്കും ഇനി വരാൻ പോകുന്നത്, യാതൊരു സംശയവുമില്ല. ശരി, NDAയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പോയിന്റ് കൂട്ടിച്ചേർക്കാനുള്ള അവസരം. അതായത് ഇദ്ദേഹം സ്വന്തം നാടായ പാലായെ ഇകഴ്ത്തി തൊടുപുഴയാണ് ഏറ്റവും വലിയ പട്ടണമായി വികസിച്ചു എന്ന് പാലായെ ഇകഴ്ത്തിയതല്ല. ഞാൻ 18 വർഷം തൊടുപുഴയിൽ പൊതുമരാമത്ത് വകുപ്പിൽ ജോലി ചെയ്ത ഒരു ജീവനക്കാരനാണ്. എന്നോടത്തോളം ഒന്നും ആർക്കും തൊടുപുഴയെ പറ്റി അറിയത്തില്ല. തൊടുപുഴയിലെ ജനം പുറം ലോകം കാണുന്നത് KM മാണി സാറ് തൊടുപുഴയ്ക്ക് വിട്ട 16 ചെയിൻ സർവീസിലൂടെയാണ്. ആ ചെയിൻ സർവീസ് അവിടെ ചെന്നാലേ തൊടുപുഴക്കാരന് പുറം ലോകം കാണാനൊക്കെ ഉള്ളൂ. ഇവിടെ 7 മണി കഴിഞ്ഞാൽ രാത്രി എല്ലാവരും പുറത്ത് പോകുമെന്ന് പറഞ്ഞു. എന്താ കാര്യം? മാണി സാറിൻ്റെ കാലത്ത് ജോലിയെല്ലാം കഴിഞ്ഞ് ടൗണിൽ വന്നൊരു കാപ്പിയൊക്കെ കുടിച്ച് ഒരു സിനിമയൊക്കെ കണ്ട് വേണമെങ്കിൽ ഒരു സ്മോളും അടിച്ച് വെറോട്ടായും ഒരു അല്പം ബീഫും ഒക്കെ കഴിച്ച് അവർക്ക് വീട്ടിൽ പോകാൻ എല്ലാ ഗ്രാമത്തിലേക്കും ബസ്സാണ്. കുറളങ്ങാടത്തിന് ബസ്, മോരിപ്പള്ളിക്ക് ബസ്, രാമൂരത്തിന് എല്ലാ വഴിക്കും ബസ്. ഇന്ന് അതെല്ലാം തീർന്നു. 104 ബസ്സായിരുന്നു പാലാ ബസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന കേരളത്തിലെ മോഡൽ ഐഡിയൽ KSRTC ബസ് സ്റ്റേഷന്. അവിടെ ഇന്നുള്ളത് 60 ബസ് മാത്രമാണ്. 104 ബസ് എന്ന് 60 ബസ്സായി. എല്ലാ ഗ്രാമീണ സർവീസുകളും അടച്ചുപൂട്ടി നിർത്തലാക്കി. ജനങ്ങൾ 7 മണി കഴിഞ്ഞാൽ ആ മാണി CPKന്റെ കാലത്ത് 250 രൂപ ഓട്ടോറിക്ഷ വിളിച്ച് പോകേണ്ട ഗതികേടാണ് ഇവിടെ ഉണ്ടാക്കിയത്. പിന്നെ സ്ഥാപനങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞു. മാണി സാർ ഉണ്ടാക്കിയ സ്ഥാപനങ്ങൾ എന്താ? മുഴുവൻ പേർക്കും സ്ഥിര തൊഴിൽ കിട്ടാനുള്ള എല്ലാ സർക്കാർ ഓഫീസുകളും 54 സർക്കാർ ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസുകളാണ് ഇവിടെ ഉണ്ടാക്കിയത്. അത് എഞ്ചിനീയറിംഗ് മേഖലയിൽ ജോലി ചെയ്യാനുള്ളവർക്ക് PWDയുടെ ഓഫീസ്, ഇറിഗേഷൻ്റെ ഓഫീസ്, വൈദ്യുതി ഭവൻ ഓഫീസ്. ഇനി ജോബി പോയും ജോലി ചെയ്യുന്നത് ഇവിടുത്തെ കോർട്ട് കോംപ്ലക്സാ. ആരാ കോർട്ട് കോംപ്ലക്സ്? 2 ജില്ലാ കോടതിയും സബ് കോടതിയും പറയുന്നു. എല്ലാ സാധനവും ഉണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പുതുപ്പള്ളിയിലുണ്ടോ? തൊടുപുഴയുണ്ടോ? അതുപോലെ കടുത്തുരുത്തിയിലുണ്ടോ? പിന്നെ എങ്ങനെയാണ് ജോലി? ഒരു പുതുപ്പള്ളിക്കാരൻ കേരളത്തിന്റെ ഏതെങ്കിലും സ്റ്റാൻഡിൽ പോയി പുതുപ്പള്ളി എന്ന് പറഞ്ഞ് ബോർഡ് വെച്ച് ബസ്സുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് പിൻവലിക്കാം. തിരുവനന്തപുരത്ത് പോയാൽ പാലായ്ക്കുള്ള ബസ് കയറി കോട്ടയത്ത് ഇറങ്ങാനേ പുതുപ്പള്ളിക്കാരന് കഴിയൂ. എറണാകുളത്ത് പോയാലും ഇത് തന്നെയാണ് സ്ഥിതി. പുതുപ്പള്ളി എന്ന ബസ് ഒരിടത്തും ഉണ്ടായിട്ടില്ല. പുതുപ്പള്ളിയിലാണോ പാലായിലാണോ നിൽക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. ശരി, എന്തായാലും 2 മുന്നണികൾ അവരുടെ വികസന കാഴ്ചപ്പാടുകൾ ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനി NDAയുടെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം. അതെ, ഞാൻ ഈ പോസ്റ്ററുകളിൽ കണ്ട ഒരു മുദ്രാവാക്യം രാജ്യം വളരുന്നതിനൊപ്പം പാലായും വളരുന്നതാണ്. വികസിത കേരളം എന്നുള്ള മുദ്രാവാക്യം പാലായോടൊപ്പം എന്ന് പറയാനുണ്ടായ കാരണം നിങ്ങളൊന്ന് എടുത്തു നോക്കിയേ. കഴിഞ്ഞ 31-ാം തീയതി മാർച്ച് മാസം 30-ാം തീയതി രാത്രിയിൽ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പാലായിൽ വന്നു. എന്തിനാണ്? പ്രധാനമന്ത്രി തിരുവല്ലയിലെ ഒരു വലിയ യോഗത്തിൽ സംസാരിച്ചു. ആ യോഗം പാലായിൽ നടക്കേണ്ടതായിരുന്നു. PMO ഓഫീസ് ചാർട്ട് ചെയ്ത സ്ഥലം എന്ന് പറയുന്നത് പാലായായിരുന്നു. അതിൻ്റെ പരിശോധനയ്ക്ക് വേണ്ടി 30-ാം തീയതി രാത്രി SPG എന്ന് പറയുന്ന സുരക്ഷാ വിഭാഗം പാലായിൽ വന്നിങ്ങനെ അവരൊന്നിങ്ങനെ ഓടി നോക്കിയപ്പോൾ അവർ ആ കുരിശുപള്ളി മുതൽ ഈ വരെയുള്ള സ്ഥലത്ത് പറഞ്ഞു, ഇവിടെ ഒരു കാരണവശാലും പ്രധാനമന്ത്രിയുടെ പേര് പോലും പറയാൻ, അതായത് പ്രധാനമന്ത്രിയുടെ പേരെഴുതാൻ പോലും ഞങ്ങൾ സമ്മതിക്കില്ല. അതുകൊണ്ട് പാലായിലെ പരിപാടി സെക്കൻഡിൽ ഇവിടെ വന്നപ്പോൾ ഒരു മെസ്സേജ് അയച്ച് ക്യാൻസലാക്കി കളഞ്ഞ ആ വികസനമാണോ സുഹൃത്തെ നിങ്ങൾ പറയുന്നത്? ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പാലായിലുണ്ടായ ഈ വികസനങ്ങളൊക്കെ 1980കളുടെ അവസാനം അല്ലെങ്കിൽ 1990കളുടെ ആദ്യ പകുതിയിൽ മാത്രമുണ്ടായതാണ്. തുടർന്നങ്ങോട്ട് മൊത്തം ഭാരതത്തിലും ഒരു സ്വാശ്രയ വിദ്യാഭ്യാസ സംവിധാനം, ആധുനികമായ വിദ്യാഭ്യാസ സംവിധാനം വന്നപ്പോൾ ഇടതുപക്ഷ സംവിധാനം ഒന്നടങ്കം സ്വാശ്രയ കോളേജുകളെ, സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ, അത്തരത്തിലുള്ള സ്വകാര്യ തൊഴിൽ മേഖലകളെ ഒന്നടങ്കം അടച്ചാക്ഷേപിക്കുകയോ തടഞ്ഞു നിർത്തുകയോ ചെയ്തു. എന്താ അതിൻ്റെ അനന്തരഫലം? കഴിഞ്ഞ 25-30 വർഷക്കാലമായി എൻ്റെയും നിങ്ങളുടെയും വീട്ടിൽ നിന്നുള്ള കുട്ടികൾ പഠിക്കാൻ എവിടെ പോകുന്നു? ആന്ധ്രാപ്രദേശിൽ പോകുന്നു, കർണാടകത്തിൽ പോകുന്നു, തമിഴ്നാട്ടിൽ പോകുന്നു. എന്തേ വിദ്യാഭ്യാസ മേഖലയിൽ നിങ്ങൾക്കൊരു അത്തരത്തിലൊരു സ്വാശ്രയമായ സംവിധാനം പറ്റാത്ത? അവസാനം നിക്കക്കള്ളിയില്ലാതെ ഗതിയില്ലാതെ സ്വാശ്രയ കോളേജുകൾക്ക് അംഗീകാരം കൊടുത്തു. നമ്മുടെ എം രാഘവൻ്റെയൊക്കെ കാലഘട്ടത്തിൽ. ഇപ്പോൾ പഠിക്കാനായിട്ട് കുട്ടികളുമില്ല. എഞ്ചിനീയറിംഗ് കോളേജ് സുലഭമായി ആരംഭിച്ചു. ഒറ്റയിടത്ത് പോലും പഠിക്കാനാളില്ല. എന്താ കാരണം? ഈ കേരളത്തിൽ നിന്നാൽ തൊഴിൽ ലഭിക്കുന്നില്ല എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് അവർ +2 പാസ്സാകാൻ നോക്കിയിരിക്കും. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ചോദിക്കും, അച്ഛാ ജർമ്മൻ പഠിക്കാൻ പൊക്കോട്ടെ, അച്ഛാ ഫ്രഞ്ച് പഠിക്കാൻ പൊക്കോട്ടെ എന്ന് ചോദിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്?
അവന് നല്ല ഉത്തമമായ ബോധ്യമുണ്ട്. കാരണം തൊഴിലില്ല. എന്താ കാരണം? മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിക്കാൻ എഴുന്നേറ്റാൽ പറയും അത് നീ നിൻ്റെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറയും. ഇത് കഴിഞ്ഞ ദിവസം നടന്നല്ലേ? മാധ്യമപ്രവർത്തകനൊരു ചോദ്യം ചോദിച്ചാൽ എഴുന്നേക്കാൻ പറയും നീ കടക്ക് പുറത്ത് എന്ന് പറയും. ഇനി ബിഷപ്പ് ഒരു ചോദ്യം ചോദിക്കാമെന്ന് വെച്ചാലോ നികൃഷ്ട ജീവി എന്ന് വിളിച്ചുകൊണ്ട് ചുമ്മാ ഇരിക്കാൻ പറയും. അപ്പോൾ ഇത്തരത്തിൽ പ്രതിലോമകരമായ പ്രവർത്തനവും രാഷ്ട്രീയവുമാണ് ഇടത് വലത് മുന്നണികൾ ഒന്നടങ്കം ചെയ്യുന്നത്. ഇവിടെ ഇപ്പം മുഖ്യമന്ത്രി ഈ മന്ത്രിസഭയിൽ അംഗമാകാൻ പോകുന്ന മാണി സി കാപ്പൻ അവിടെ അടി തുടങ്ങിയിട്ട് എത്ര ദിവസമായി? മുഖ്യമന്ത്രി ഞാനാണോ നീയാണോ എന്ന് അല്ല ഡൽഹിയിൽ നിന്ന് വരുന്ന ആൾ വരും. അത് നമുക്ക് നോക്കാം. ഈ മന്ത്രിസഭയിൽ വരുന്ന തൊട്ടപ്പുറത്തെ പഞ്ചായത്തില് UDFന് തലേന്ന് രാത്രി വരെ ഭരണം കിട്ടി. ഇതേ അവസ്ഥ. ഇദ്ദേഹം സർവതന്ത്ര സ്വതന്ത്രനായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇദ്ദേഹം കാലുമാറില്ല എന്ന് എന്തുറപ്പാണുള്ള ഇവിടെ ജയിച്ചാൽ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കാരണം ഇവിടെ ഒരു ടൈ വന്നാൽ 72, 70 ഒക്കെ ആയിട്ട് സീറ്റ് വന്നാൽ മാണി സി കാപ്പൻ എങ്ങോട്ട് വേണമെങ്കിലും മാറാം. കാരണം അദ്ദേഹത്തിന് യാതൊരു ബോണ്ടിങ്ങും ഇല്ല. ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല അത് കാലു മാറും എന്നുള്ള കാര്യത്തിൽ. കാരണം എന്ന് വെച്ചാൽ ഒരു ബോണ്ടിങ്ങും ഇല്ല. UDFനോട് ബോണ്ടിങ് ഇല്ല, LDFനോട് ബോണ്ടിങ് മത്സരിച്ചു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. യാതൊരു സംശയവും. ഇതേ സംവിധാനമാണ് തൊട്ടപ്പുറത്ത് കരൂർ പഞ്ചായത്തിൽ രാത്രിക്ക് രാമാനം ഞങ്ങളുടെ ഒരു നിരീക്ഷണത്തിൽ സാക്ഷാൽ മുഖ്യമന്ത്രി തന്നെയാണ് ആ വോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഒന്ന് പറയാം, ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രതിലോമകരമായ രാഷ്ട്രീയമില്ല. ജൽജീവൻ മിഷൻ പദ്ധതിയിലൂടെ നീലൂർ പ്രദേശത്ത് മുടങ്ങിക്കിടക്കുന്ന മലങ്കര കുടിവെള്ള പദ്ധതി 3000 കോടി രൂപ മുതൽ മുടക്കുള്ള പദ്ധതി 1500 കോടി രൂപ കേന്ദ്ര സർക്കാർ കൊടുത്തു. എന്തേ മുടങ്ങിപ്പോയത്? അവിടെ മുടക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ പണമില്ല. ഇത്തവണ LDFനെതിരെ ജനവിധി ഉണ്ടാകുന്നത് BJPക്ക് അനുകൂലമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട നിങ്ങൾക്ക്. ഓക്കെ, ശരി. ജനസമക്ഷത്തിൽ എന്തായാലും ജനങ്ങളുടെ അഭിപ്രായം വളരെയധികം വിലപ്പെട്ടതാണ്. അതുകൊണ്ട് പാലായിലെ വോട്ടർമാരുടെ അഭിപ്രായങ്ങൾ നമുക്ക് പോകാം. അവർക്ക് അഭിപ്രായങ്ങൾ പറയാം. അതോടൊപ്പം തന്നെ 3 മുന്നണികളുടെയും പ്രതിനിധികളിലേക്ക് ചോദ്യം ചോദിക്കാം. പ്ലീസ്. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു പാലാക്കാരൻ എന്ന നിലയിൽ ഈ മണ്ഡലത്തെ നോക്കിക്കാണുമ്പോൾ, അതായത് പാലായുടെ രാഷ്ട്രീയ ചിത്രം എന്തെന്ന് പരിശോധിക്കുമ്പോൾ ഒത്തിരിയേറെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. പക്ഷേ കഴിഞ്ഞ ചാനൽ ചർച്ചകളിലൊക്കെ ഈ 2 പ്രതിനിധികളോട് ചോദിച്ചതാണ്. അതുകൊണ്ട് ജയ്സൺ സാറാണ് ചോദിക്കാനുള്ളത്. നമുക്കറിയാം, ഈ സാറ് സൂചിപ്പിച്ചതുപോലെ, ഈ ആങ്കർ സൂചിപ്പിച്ചതുപോലെ മാണി സാറും മാണി സി കാപ്പനും അതായിരുന്നു ഒരു പക്ഷേ പാലായുടെ ചരിത്രം. മാണി സാറിൻ്റെ ആകസ്മികമായ വേർപാടിന് ശേഷം ഈ പാലാ മണ്ഡലം കിട്ടാക്കനിയാണ്. നമ്മൾ രാഷ്ട്രീയത്തിൽ ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ചാണ്ടി ഉമ്മനായാലും അതുപോലെ തന്നെ അനൂപ് ജേക്കബ് ആയാലും ഉമാ തോമസ് ആയാലും എലിസബത്ത് മാമനായാലും മരിച്ച. അപ്പോൾ മാണി സാർ KM മാണി സാർ മരിച്ചതിന് ശേഷം ജോസ് കെ മാണി നിൽക്കാത്തത് അത് നിങ്ങളെ ബാധിച്ചില്ലേ? രണ്ടാമത്തെ ചോദ്യം, ഈ നഗരസഭയുടെ കാര്യം തന്നെ എടുക്കാം. ഇവരെ മാത്രമേ ഉള്ളൂ. ഈ കഴിഞ്ഞ ടൈമിൽ നിങ്ങൾക്ക് നാണമുണ്ടോ? എത്ര ചെയർമാൻമാരായിരുന്നു ഈ ടൈമിൽ ഇവിടെ ഉണ്ടായിരുന്നത്? ഈ ആദ്യമായിട്ടാണ് മാണി കോൺഗ്രസ് ഈ പ്രതിപക്ഷത്തിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങളെ ബാധിക്കില്ലേ? നിങ്ങൾ പ്രതീക്ഷ നിങ്ങളുടെ ഉയരുമ്പോഴും അതൊക്കെ നിങ്ങൾക്ക് പ്രതികൂലമായി തീരുകയില്ലേ? ശരി, ഉത്തരം പ്ലീസ്. പ്രതീക്ഷയ്ക്ക് യാതൊരു മംഗലും ഏക്കില്ല. അതായത് കഴിഞ്ഞ 7 വർഷത്തെ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയുടെ അലംഭാവത്തിനെതിരെയുള്ള ഒരു പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന യാതൊരു കാര്യവുമില്ല. അങ്ങനെ ഒന്നും നഷ്ടമൊന്നും വന്നിട്ടുമില്ല. എങ്ങനെയാണ് നഷ്ടം? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 15,000 വോട്ടിൻ്റെ ഒരു വിലയാണ് ഈ കാണുന്ന വിജയമെന്ന് പറയാൻ ആഗ്രഹിക്കുക. അത് ഒഴിവാകുന്നതോടുകൂടി ഒഴിവാക്കാൻ ഡീലുകളില്ല എങ്കിൽ ആ വിജയം ജോസ് കെ മാണിയുടെ വിജയമാണ്. എല്ലാ പരാതികൾക്കും പരിഹാരമുണ്ടാകുന്ന, ജനപക്ഷ ഇടപെടലുകൾ ഉണ്ടാകുന്ന ഒരു സുവർണ്ണ കാലഘട്ടമാണ് ഉണ്ടാകുന്നതെന്ന് പറയാൻ ആഗ്രഹിക്കുക. ശരി, അടുത്ത ചോദ്യത്തിലേക്ക്. ഈ പാലാ മുനിസിപ്പാലിറ്റിക്ക് 6 കോടി രൂപ വാട്ടർ അതോറിറ്റിക്ക് അടയ്ക്കാറുണ്ട്. അതെങ്ങനെയാണ് സംഭവിച്ചത്? ഇത്രയും കാലം ഇത്രയും പൈസ അടയ്ക്കാതെ അത് കട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഈ 3 മാസങ്ങൾക്ക് മുമ്പ് വരെ ഏകദേശം 10-20 കൊല്ലമായിട്ട് കേരള കോൺഗ്രസ് ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പൈസ അടയ്ക്കേണ്ടതല്ലേ? ഈ പൈസ അടയ്ക്കുന്നത് നിങ്ങളുടെ ഭരണത്തിൻ്റെ, നിങ്ങൾ ഭരിച്ചതിൻ്റെ മോശം കൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 6 കോടി രൂപ എന്ന് പറഞ്ഞാൽ ചില്ലറ തുകയൊന്നുമല്ല. നമുക്കറിയാവുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റോഷി അഗസ്റ്റിനാണ് ഇവിടുത്തെ മന്ത്രി. ആ റോഷി അഗസ്റ്റിനെ നിങ്ങൾക്ക് സമീപിക്കുകയായിരുന്നെങ്കിൽ ഈ തുക എഴുതി തള്ളാൻ മേലായിരുന്നു. അതുപോലെ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെ സാധിക്കാത്തവരടുത്ത് ഇനി ഒരു പുതിയ MLA കൊടുത്തു കഴിഞ്ഞാൽ ഏത് രീതിയിൽ
ഈ പാലായെ കൊണ്ടുവന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. ഓക്കേ, ശരി. അതിനുള്ള മറുപടി മിസ്റ്റർ ജെയ്സൺ പറയണം. ശരി ശരി. മുനിസിപ്പാലിറ്റി പൈസ അടയ്ക്കാനുണ്ടെങ്കിൽ അത് അടയ്ക്കുക തന്നെ വേണം. അടയ്ക്കാനുണ്ടോ ഇല്ല എന്നുള്ളതാണ് പരിശോധിക്കപ്പെടേണ്ടത്. നിങ്ങൾ എവിടെയെങ്കിലും ഒരു കണക്കിന്റെ പേരിലോ കേട്ടുകേൾവിയുടെ പേരിലോ ആയിരിക്കും പറയുന്നത്. എന്തുകൊണ്ടാണ് ചെയർപേഴ്സൺ പറഞ്ഞത് ആ, ചെയർപേഴ്സൺ ഉത്തരം ഉത്തരം പറഞ്ഞോളൂ. ചെയർപേഴ്സൺ പറഞ്ഞത് ആ, ഇരിക്കുക. 6 കോടി രൂപ ഇത് അടയ്ക്കാനുണ്ട്. മുനിസിപ്പൽ പറഞ്ഞ ആൾ കഴിഞ്ഞാന്ന് പറയട്ടെ ജോബി. പറഞ്ഞു. അതായത് നിങ്ങൾ ഓർക്കണം, ചെയർപേഴ്സൺ എന്തെല്ലാം കാര്യം പറഞ്ഞു. ധവളപത്രം ഇറക്കും, ഇറച്ചിയുടെ വില കുറച്ചിരിക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞായിരുന്നേ. അതൊന്നും കേട്ടില്ല. പിന്നെ ഈ 6 കോടി രൂപ അടയ്ക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അടയ്ക്കേണ്ടതാണ്. അടയ്ക്കാനുണ്ടോ ഇല്ലെന്ന് പരിശോധിക്കണം. അടയ്ക്കാനുണ്ടെങ്കിൽ നിയമപരമായ നടപടി സ്വീകരിക്കണം. അതാണല്ലോ വഴി. അല്ല എന്നോട് ചോദിച്ചിട്ട് അതിന് പരിഹാരം ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാകത്തില്ല. അല്ല, അത് 6 കോടി രൂപ വാട്ടർ അതോറിറ്റിക്ക് ഇവിടെ കൊടുക്കാനുണ്ടെങ്കിൽ അങ്ങ് സംസ്ഥാനത്ത് 6 ലക്ഷം കോടി രൂപയായി കേരളത്തിന്റെ പൊതുക്കടമെന്ന് പറയുന്നത്. 60 വർഷക്കാലം കേരളം ഭരിച്ച ഗവൺമെന്റുകൾ മാറി മാറി എടുത്ത കടം എന്ന് പറയുന്നത് 1,50,000 കോടി രൂപയായിരുന്നു. പക്ഷെ 10 വർഷത്തെ പിണറായി വിജയന്റെ ഭരണം കൊണ്ട് അത് 6 ലക്ഷം കോടി രൂപയായി. അതിൻ്റെയൊക്കെ നമ്മൾ ഇനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. എവിടുന്ന് എടുത്തടിക്കും അടയ്ക്കാൻ പറ്റും? ജെയ്സൺ ചോദിച്ച പോലെ ഇത് അടയ്ക്കേണ്ടതല്ലേ? അടയ്ക്കണം. ആരടയ്ക്കണം? അങ്ങ് തമിഴ്നാട്ടിൽ നിന്നോ ആന്ധ്രയിൽ നിന്നോ ആരെങ്കിലും വന്ന് അടയ്ക്കുമോ? ഇല്ല, നമ്മുടെ നികുതി പണം തന്നെ അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ വലിയ ഒരു ദൂർത്തിൻ്റെ ഒരു ചെറിയ പത്രമാണ് പാലാ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. വലിയ പത്രമാണ് കേരള സംസ്ഥാന ഗവൺമെൻറ്. ഓക്കെ, ശരി. കൂട്ടിച്ചേർക്കാൻ എന്തെങ്കിലും? ഈ പണമടയ്ക്കുന്നു എന്ന് പറഞ്ഞ് ഇദ്ദേഹം പറഞ്ഞു. നിങ്ങളൊന്ന് എടുത്തു നോക്കി, സംസ്ഥാനത്തുള്ള എല്ലാ സർക്കാർ സംവിധാനങ്ങളും പണമടയ്ക്കുന്നില്ല. മറിച്ച് അവർ നിങ്ങളുടെ ഇന്ന് വാട്ടർ ബില്ല് വാങ്ങിയിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? മുനിസിപ്പാലിറ്റിയിലെ വെള്ളം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ എങ്കിൽ കൃത്യമായി അവർ നിങ്ങളുടെ വീട്ടിൽ വന്ന് മീറ്ററിൻ്റെ റീഡിംഗ് എടുത്ത് നിങ്ങളുടെ കയ്യിൽ നിന്നും പണമെടുത്ത് അടച്ചിരുന്നു. അവരത് വാട്ടർ അതോറിറ്റിയിൽ അടയ്ക്കാത്തതാണ്. എന്ന് വെച്ചാൽ നിങ്ങളെ അവർ കബളിപ്പിച്ചു. ഇനി കബളിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ ഇത് അടയ്ക്കാനുണ്ട് എന്ന് പറഞ്ഞ ആളുകൾ കഴിഞ്ഞ 20 വർഷക്കാലമായി ഈ നഗരസഭയിലുണ്ട്. ഈ നഗരസഭയുടെ ഭരണത്തിൽ കഴിഞ്ഞ 4-5 ടേമായിട്ട് ഭരിക്കുന്ന ആളുകളാണ് പറയുന്നത്, എന്തുകൊണ്ടാ എനിക്ക് ചെയ്യാൻ ശേഷിയില്ല, എനിക്ക് ചെയ്യാൻ കഴിവില്ല. അപ്പം കഴിവില്ലാത്തത് കണ്ട് ഇവിടെ നിങ്ങൾ കേൾക്കാറില്ലേ, എന്നെ ഭരിക്കാൻ വിടാൻ അനുവദിക്കുന്നില്ല LDF എന്ന് UDF-കാരൻ പറയുന്നു. മറ്റേ LDF-കാരൻ പറയുന്നു ഭരിക്കാൻ അറിയത്തില്ലാത്തതാണ് എന്ന് പറഞ്ഞ അതേ പൊറോട്ട് നാടകമാണ് ഇവിടെയും നടക്കുന്നത്. നീതി ആയോഗും കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കുന്ന നീതി ആയോഗ്, RBI, ഇവരെല്ലാം കേരളത്തിന് കൊടുത്തിരിക്കുന്ന ഗുഡ് സർട്ടിഫിക്കറ്റ് എത്രയാണെന്ന് നിങ്ങൾ വെരിഫൈ ചെയ്തു. ഈ നാട്ടിൽ സർട്ടിഫിക്കറ്റിന്റെ കാര്യമൊന്നും പറയാതിരിക്കുന്ന ഒരു കാലത്ത് ആരോഗ്യ രംഗത്ത് കേരളം മാതൃകയായിരുന്നു. പക്ഷേ 1-ാം പിണറായി സർക്കാരിന്റെ കാലത്ത് മറന്നുവെച്ച കത്രിക 2-ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഓപ്പറേഷൻ ചെയ്തെടുത്ത നാട്ടിൽ സർട്ടിഫിക്കറ്റിനെ പറ്റി എന്റെ സ്നേഹിതൻ പറയുന്നത് കഷ്ടം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. 4 കോടി ആളുകളുള്ള കേരളവും 34 കോടി ആളുകളുള്ള ഉത്തർപ്രദേശും തമ്മിലാണ് താരതമ്യം ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കണം, 4 കോടി ആളുകളുള്ള കേരളം, 24 കോടി ആളുകളുള്ള ഉത്തർപ്രദേശ്, അമേരിക്കയുടെ ആകെ ജനസംഖ്യ എന്ന് പറയുന്നത് 32 കോടിയാണ്. അതിൻ്റെ 3/4 ഭാഗമുള്ള UP ഈ സംസ്ഥാന സർക്കാരുകളെ പരസ്പരം തട്ടിച്ചു നോക്കി മികച്ച പ്രവർത്തനമുണ്ട് എന്ന് വിലയിരുത്തുന്ന ചില സ്വകാര്യ ഏജൻസികൾ, ഇതൊന്നും സർക്കാർ നേരിട്ട് നടത്തുന്നതല്ല, ചില സ്വകാര്യ ഏജൻസികൾ ഈ ISO സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കാണുന്നില്ലേ, ആരാ കൊടുക്കുന്നത്? ഏതെങ്കിലുമൊക്കെ കമ്പ്യൂട്ടർ തട്ടിക്കളിക്കുന്ന പയ്യൻ, അതിന് യാതൊരു അംഗീകാരവുമില്ല. അത്തരം അംഗീകാരത്തിന്റെ സർട്ടിഫിക്കറ്റിന്റെ കഥയാണിത്. ശരി ശരി. 3 മുന്നണികളോടും ചോദിക്കാനുള്ള 2 പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. ഒന്ന്, പാലായിലെ റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ. 2, നേരത്തെ സൂചിപ്പിച്ചൊരു വിഷയമാണ് മൈഗ്രേഷൻ. കുട്ടികൾ വളരെയധികമായി പുറം നാടുകളിലേക്ക് പോകുന്നു. നമ്മുടെ വോട്ടർമാരുടെ ഏകദേശം 40,000-ത്തിലധികം പേർ പുറത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 2 വിഷയങ്ങളെ 3 മുന്നണികളും എങ്ങനെ അഡ്രസ് ചെയ്യുന്നു? പ്ലീസ്. രാജ്യത്തെ ചരിത്രത്തിൽ ആദ്യമായി ഒരു കാർഷിക വിളയ്ക്ക് താങ്ങുവില പ്രഖ്യാപിച്ച റബ്ബർ പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ് സ്കീം പ്രഖ്യാപിച്ചത് കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയായിരുന്ന, കർഷകരുടെ ആവേശമായിരുന്ന, കർഷകർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലീഡർ എന്ന നിലയിൽ ആ മുന്നണിയിലെ മുഴുവൻ കക്ഷികളുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് സ്വന്തം അധികാരം വിനിയോഗിച്ചാണ് ആദ്യമായി റബ്ബർ പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ് സ്കീം നടപ്പാക്കിയത്. എന്താണ് ഇങ്ങനെ ഉണ്ടാകാൻ കാരണം? 100 രൂപയിൽ നിന്നും 75 രൂപയിലേക്ക് ആ റബ്ബർ വില ഇടിഞ്ഞു പോകുന്നു. അങ്ങനെ ഉൽപ്പാദന ചെലവിനനുസരിച്ച് യാതൊരു നേട്ടവുമില്ലാതെ കർഷകർ പിന്തിരിയുന്ന, കേരളത്തിൻ്റെ സാമ്പത്തികം കടക്കണിയിലാക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായ സമയത്താണ് അങ്ങേര് അത് ചിന്തിച്ച് ഈ കേരളത്തിൽ നടപ്പാക്കിയത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ആരാണ് ഇതിൻ്റെ ഉത്തരവാദി.
കേന്ദ്രത്തിലെ ധനകാര്യമന്ത്രി പി ചിദംബരം ഇവിടെ നമ്മുടെ കൽക്കട്ട തുറമുഖത്ത് മാത്രമേ റബ്ബർ ഇറക്കുമതി ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അദ്ദേഹം അത് കൊച്ചി ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലത്തും ഇറക്കുമതി ചെയ്യാൻ അനുമതി കൊടുത്തുകൊണ്ട് ആസിയൻ കരാറിന് ഒപ്പുവെച്ചുകൊണ്ട് കേരളത്തിലെ കർഷകരെ താല്പര്യം സംരക്ഷിക്കാതെ നടത്തിയ ഒരു ഹീനമായ നടപടിയുടെ ഫലമായിട്ടാണ് റബ്ബറിന് വില ഇടിയാൻ ചെയ്തത്. അങ്ങനെ അതിനെ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് ആ 150 ആക്കി അതിപ്പോൾ 200 ആക്കിയ തറവില നിശ്ചയിക്കുക. നമ്മെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നോക്കണം, റബ്ബർ ബോർഡിൻ്റെ സൈറ്റ് എടുത്ത് നോക്കിയാൽ പണ്ടൊക്കെ കൊച്ചിയും കോട്ടയം മാർക്കറ്റും ഉള്ളായിരുന്നു. ആ 2 മാർക്കറ്റ് പോകാതെ ഈ അടുത്ത കാലത്ത് 2021-24 മുതൽ കേന്ദ്ര സർക്കാർ അഗർത്തല മാർക്കറ്റ് പ്രഖ്യാപിച്ചു. മനോരമ പത്രം എടുത്തു നോക്കിയാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വായിക്കുന്നതായിരിക്കും ചിലപ്പോൾ മനോരമ പത്രത്തിലുണ്ട് അഗർത്തല മാർക്കറ്റ്. കോട്ടയം മാർക്കറ്റിനേക്കാളും 25 രൂപ കുറവ്. ആ കുറവുള്ളത് കൊണ്ട് വടക്കേ ഇന്ത്യയിലേക്കും അടുത്ത സംസ്ഥാനങ്ങളിലേക്കും 25 രൂപ കുറവുള്ള റബ്ബർ ത്രിപുരയിൽ നിന്നും വാങ്ങി അവിടെ പ്രൊഡക്ഷൻ നടക്കുന്നു. അവിടെ നിന്നുള്ള റബ്ബർ കേരളത്തിലും വരുന്നുണ്ട്. അങ്ങനെ റബ്ബർ മേഖല ഇടിച്ചിരിക്കുകയാണ്. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും പറയുന്നു, ഞങ്ങൾ അത് ഉയർത്തിയിരിക്കും, യാതൊരു തർക്കവുമില്ല. കാലത്തിനനുസരിച്ച് അത് ഉയർത്താനുള്ള കേന്ദ്ര ഗവൺമെൻറ് എന്നാ സാമ്പത്തിക പ്രതിരോധം നൽകിയാലും അത് ഉയർത്താനുള്ള നടപടി പ്രകടന പത്രികയിലുണ്ട്, നടപ്പാക്കുക തന്നെ ചെയ്യും, യാതൊരു തർക്കവും വേണ്ട. ശരി, ഈ 2 വിഷയങ്ങളും UDFന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം. പാലായിലെ ഓരോ ആൾക്കാരുടെയും ദേഹത്ത് ഇപ്പോഴും റബ്ബറിൻ്റെ മണമുണ്ട്. അവൻ്റെ സിരകളിൽ രക്തത്തോടൊപ്പം റബ്ബറും ഒഴുകിയ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. പണ്ടൊക്കെ 1 ഏക്കർ സ്ഥലം വെച്ച് അന്നത്തെ നമ്മുടെ പൂർവികർ 4-5 പെൺമക്കളെ കല്യാണം കഴിച്ചു വിട്ടു, അവരുടെ ആൺമക്കളെ പഠിപ്പിച്ചു, അവർക്ക് വേറെ സ്ഥലം മേടിച്ചു. അങ്ങനെ എല്ലാം പാലായ മീനച്ചി താലൂക്കിനെ സംബന്ധിച്ച് റബ്ബർ മാത്രമായിരുന്നു ഏക ആശ്രയം. അന്ന് മറ്റ് കൃഷികളൊന്നുമില്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് റബ്ബറിൻ്റെ വില താഴേക്ക് പോയി. 10 വർഷം മുൻപ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ചു റബ്ബറിൻ്റെ താങ്ങുവില 250 രൂപയാക്കും. സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ ഒരു 300 രൂപ റബ്ബറിന് വരും. ന്യായമായിട്ടുള്ള വിലയാണ്. റബ്ബർ കർഷകരും മീനച്ചിൽ നിവാസികളുമൊക്കെ അതിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു. 5 വർഷം പിണറായി സർക്കാർ ഭരിച്ചു, വില കൂട്ടിയില്ല. ഈ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തും ഈ പറഞ്ഞ 250 രൂപ റബ്ബറിന് തറവില പ്രഖ്യാപിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഈ നിമിഷം വരെ പിണറായി സർക്കാരിന് റബ്ബറിൻ്റെ താങ്ങുവില 250 രൂപയാക്കുവാൻ സാധിച്ചില്ല. ഇനി പ്രിയപ്പെട്ട സ്നേഹിതൻ ജെയ്സൺ പറഞ്ഞു ഇൻസെൻറ്റീവ്. ഏതെങ്കിലും ഒരു റബ്ബർ കർഷകൻ്റെ അക്കൗണ്ടിൽ ഇന്ന് ഇൻസെൻറ്റീവ് വരുന്നുണ്ടോ? മാണി സാറിൻ്റെ സ്വപ്ന പദ്ധതികളായിരുന്നു അവയൊക്കെ. ആ പദ്ധതികൾ, കാരുണ്യ പദ്ധതി ചിറകരിച്ച് നശിപ്പിച്ചതുപോലെ ഈ റബ്ബർ പദ്ധതിയും ഉൾപ്പെടെ മാണി സാറ് കൊണ്ടുവന്ന മുഴുവൻ പദ്ധതികളും ചിറകരിഞ്ഞ് നശിച്ച് ആ മാണി സാറിനെ അപമാനിക്കുന്ന രീതിയിലായി. പ്രിയ സ്നേഹിതൻ പറഞ്ഞു 9-ാം തീയതി മാണി സാറിൻ്റെ ചരമദിനമാണ്, ഞങ്ങളൊക്കെ വേദനിച്ച ദിവസമാണെന്ന്. പ്രിയപ്പെട്ട മാണി സാറ് സ്വർഗത്തിലിരുന്ന് കണ്ണുനീർ പൊഴിക്കുന്നുണ്ടാവും. തന്നെ ഇതുപോലെ അപമാനിച്ചവരുടെ കൂട്ടത്തിൽ ഈ പാർട്ടിയെ കൊണ്ടുചെന്ന് എത്തിച്ചല്ലോ എന്നോർത്ത് മരണം നേരത്തെ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയാണ്. അതിന് അനുവാദം കൊടുത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. അങ്ങനെയാണ് മാണി സാറ് രാജിവെച്ച് കണ്ണീരാണ് 10 കേരളത്തിലെ കോൺഗ്രസ് ആരോപണത്തെ കണ്ടില്ലെന്ന് നടിക്കാതെ അതിനെപ്പറ്റി ഒരു വെരിഫിക്കേഷൻ നടത്തിയതാണോ കുറ്റം? അതിന്റെ പേരിലാണോ? അങ്ങനെയെങ്കിൽ മാണി സാറ് മരിക്കുന്നവരെ അദ്ദേഹം UDF ആയിരുന്നു. മാണി സാറ് മരിക്കുന്നവരെ UDF ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാണി സാറിന്റെ അദ്ദേഹം വേദനിക്കുന്നുണ്ടാവും. ശരി. NDA വികസിത പാല എന്ന ആശയത്തിൽ ഈ 2 വിഷയങ്ങൾ എങ്ങനെ അഡ്രസ് ചെയ്യും? കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ റബ്ബർ ഉൽപാദനത്തിൻ്റെ കേന്ദ്രമാണ് പാല എന്ന് പറയുന്നത്. നിങ്ങൾ 2020 കേന്ദ്ര സർക്കാർ പാസ്സാക്കിയ ഒരു കാർഷിക നിയമം, അതിൻ്റെ അകത്ത് നാണ്യവിളകളെക്കുറിച്ചും കാർഷിക വിളകളെക്കുറിച്ചും എങ്ങനെയാണ് മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുത്തുകൊണ്ട് ഇതിനെ ഒരു ആത്മനിർഭർ ഭാരത് എന്ന സങ്കല്പം ഞങ്ങളുടെ ധനമന്ത്രി 2021 കോവിഡിൻ്റെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതാണ്. ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന പദ്ധതി എന്താണ് സാധനം? നിങ്ങൾ കാലാനുസൃതമായ മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ട് കേവലം റബ്ബർ ടാപ്പിങ്ങിലൂടെ കിട്ടുന്ന
ആ ഒരു റബ്ബർ പാലിൻ്റെ വരുമാനത്തോട് മാത്രം ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ള ബോധ്യത്തിൽ അന്തർദേശീയപരമായ പല ഇടപെടലുകളും പല നിയമങ്ങളുമൊക്കെ നമ്മൾക്കുണ്ടാവും. ഞാൻ ഇപ്പോഴും കൃത്യമായി ഓർക്കുന്നു, ഞാൻ ആദ്യമായി പൊതുരംഗത്ത് വരുന്നത് 1994 ഘാട്ട് കരാറിനെതിരെയുള്ള സമരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ്. അന്ന് ഘാട്ട് കരാറിൻ്റെ നേട്ടങ്ങൾ നമുക്ക് വേണ്ട എന്ന് ഇടതുപക്ഷവും BJPയും ഒക്കെ നമുക്ക് ഘോര നാട്. എന്താ സംഭവം? അന്തർദേശീയമായ പല കരാറുകളിലും നമ്മൾ ഏർപ്പെടുന്നു. നമ്മൾ ഇന്നൊരു ഗ്ലോബൽ എക്കണോമിയിലേക്ക് നീങ്ങുമ്പോൾ ആത്മനിർഭർ ഭാരത് എന്ന സങ്കല്പമുണ്ടാവണം. നമ്മുടെ നാട്ടിലെ ഉൽപ്പാദന സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ക്രമീകരിച്ചുകൊണ്ട് അത് കയറ്റി അയക്കുന്നതിന്, അത് ആയുധം കയറ്റി അയക്കുന്നതിലേക്ക് വേണ്ടി മാത്രമല്ല, അത് പാരസെറ്റമോൾ കയറ്റി അയക്കുന്നതിലേക്ക് മാത്രമല്ല, ഇത്തരത്തിലുള്ള റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങൾ ഇവിടെ ആരംഭിക്കാനുള്ള ഇച്ഛാശക്തി ഉണ്ടാവണം. അതിനാവശ്യമായ പദ്ധതികൾ സർക്കാർ ലഭിക്കണം. അതിനുള്ള ആർജവമുള്ള ജനപ്രതിനിധി ആദ്യം ഉണ്ടാവണം ഇത് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിനുള്ള. അപ്പം അത്തരത്തിലുള്ള ഈ ഒരു ഇടപെടലുകൾ കാർഷിക മേഖലയിൽ, അത് കേവലം റബ്ബറിൻ്റെ മാത്രമല്ല, സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാട്. കാരണം ഒരുപക്ഷെ 1960 കാലഘട്ടത്തിൽ കമ്പോള നിലവാരം പാലായിക്കൊണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു കേട്ട മാത്രമാണ്. പക്ഷേ കമ്പോള നിലവാരം പാലായുടെ ചിത്രത്തിലുണ്ടായിരുന്നു. അത് സുഗന്ധവ്യഞ്ജനങ്ങളായിരുന്നുവെങ്കിൽ ഇപ്പോൾ റബ്ബറാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് പരിപോഷിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മൈഗ്രേഷൻ താങ്കൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ പാലായുടെ പരിസര പ്രദേശമുള്ള വീടുകൾ നോക്കിയാൽ അത് വൃദ്ധസദനങ്ങളിലേക്ക് മാറുന്നു. കാരണം കുട്ടികൾ മുഴുവൻ വിദേശത്തേക്ക് പോകുന്നു, രക്ഷിതാക്കൾ മാത്രം വീട്ടിൽ താമസിക്കുന്നു. രാത്രിയിൽ CCTV ഉള്ളത് കൊണ്ട് അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് കളവ് നടക്കുന്നത് കാണുന്നു, കള്ള് കുടിക്കുന്നത് കാണുന്നു. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഇൻഫോം ചെയ്യും, പോലീസിനെ ഇൻഫോം ചെയ്യും, അല്ലെ ആരെങ്കിലുമൊക്കെ ഇൻഫോം ചെയ്യും. അതുകൊണ്ട് ഇവിടെ ഉന്നത വിദ്യാഭ്യാസത്തിന് സാധ്യതയുണ്ടാവണം. ആ ഉന്നത വിദ്യാഭ്യാസത്തിലൂടെ ലഭിക്കുന്ന അറിവ് പ്രയോജനപ്പെടുത്തി വരുമാനം കിട്ടാനുള്ള സാധ്യത ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഇനിയും ഇസ്രായേലിൽ മരണമുണ്ടാവും, ആ നേഴ്സ് മരിച്ചതുപോലെയുള്ള മരണങ്ങളുണ്ടാവും. കാനഡ ഇന്ന് ഏറെ ഭീതിപ്പെടുത്തുന്ന രാജ്യമാണ് കാനഡ. കാരണം കേരളത്തിൽ നിന്നുള്ള അനവധി കുട്ടികൾ, ഇന്ത്യയിൽ നിന്നുള്ള അനവധി യുവാക്കൾ അവിടെ തൊഴിലെടുക്കുന്നു, പഠിക്കുന്നു. ഇവരവിടെ ആക്രമിക്കപ്പെടുന്നു. എന്താ കാരണം? വിദേശ ഫണ്ടിങ് നിരോധിച്ചത് കണ്ട്. ഈ FCR രേഖ ഒന്ന് നിങ്ങൾ കണ്ടു കാണും, അത് ഇത്തരത്തിലുള്ള സാധനത്തിലാണ്. അപ്പം ഇത് കണ്ടാണ് ഞങ്ങൾക്ക് വ്യക്തമായ നിലപാടുണ്ട്. അത് ദേശീയ നിലപാടാണ്. അത് അന്തർദേശീയ താല്പര്യങ്ങളെ കൂടെ സംരക്ഷിച്ചുകൊണ്ട് നമ്മൾ ആത്മനിർഭർ ഭാരത് എന്ന സങ്കല്പം ഉണ്ടാവണം. അതിലൂടെ വിജയം. വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി 3 മുന്നണികളും ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് ഇറങ്ങുന്നു. പാലായിൽ തീ പാറുമെന്ന് ഉറപ്പാണ്. മധ്യ തിരുവിതാംകൂറിൽ ഏറ്റവും അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു മണ്ഡലമായി പാല മാറുന്നുണ്ട്. എന്തായാലും മാണി സി കാപ്പൻ ഹാട്രിക് വിജയം നേടുമോ, അതോ ജോസ് കെ മാണി മണ്ഡലം തിരിച്ചു പിടിക്കുമോ, അതല്ല എങ്കിൽ ഒരു എക്സ് ഫാക്ടറായി ഷോൺ ജോർജ് ഉയർന്നു വരുമോ എന്നതെല്ലാം നമുക്ക് വളരെ ദിവസങ്ങൾക്ക് അകത്ത് തന്നെ അറിയാൻ പറ്റും. വളരെ ആരോഗ്യകരമായ ഒരു ചർച്ചയിൽ പങ്കെടുത്തതിന് 3 പ്രതിനിധികൾക്കും നന്ദി അറിയിക്കുന്നു. എന്തായാലും ജനസമക്ഷം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത മണ്ഡലത്തിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.